بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل وسلم وبارك على رسولك نبينا وحبيبنا محمد صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب يا حق يا رحمن يا أحد يا فرد يا من هو الموصوف بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ റമദാൻ ശരീഫിലെ 27-ാം രാവിനെ കാത്തിരിക്കുന്ന ഈ പുണ്യമായ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇത്രയും ദിവസത്തെ ഇബാദത്തുകളുടെയും നോമ്പുകളുടെയും നിസ്കാരങ്ങളുടെയും അമലുകളുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒത്തുകൂടൽ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് ഏൽപ്പിച്ചവരുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും എല്ലാ സമയങ്ങളിലും ദുആ കേൾപ്പിക്കുന്നവർ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും സംഭാവനകൾ നൽകിയവരുമൊക്കെ ഉണ്ട്. പള്ളിപ്പണിക്കും ദർസിനും മുതഅല്ലിമീങ്ങൾക്കുമൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ പട്ടമ്മാരത്തോടി സാറാവുമ്മ ഹജ്ജുമ്മ 50,000 രൂപ പള്ളിപ്പണിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ട അവരുടെ ഭർത്താവ് കുഞ്ഞാപ്പുട്ടിയാക്ക, അതേപോലെ മരിച്ചുപോയ മറ്റു കുടുംബങ്ങൾ, അവരുടെ മക്കൾ, മരണപ്പെട്ട മക്കളുണ്ട്. അവർക്കൊക്കെ അവരുടെയൊക്കെ പരലോകണത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആ വലിയ സദഖയെ ഖബൂൽ ചെയ്യട്ടെ. ഈ പുണ്യമായ റമദാൻ ശരീഫിലെ ഇന്നത്തെ ഈ ദിവസം ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു ഹദിയയായി അവരവരുടെ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ സദഖയെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതേപോലെ അവരുടെ മക്കൾ, കുടുംബങ്ങൾ, അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. അവരുടെ മകൻ PT ഷൗക്കത്തും ഭാര്യയും ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്ര ഖൈറിലാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ വളരെ വലിയ നിഅമത്താണ്, സൗഭാഗ്യമാണ്. ചെറുപ്പത്തിൽ തന്നെ ഹജ്ജിന് പോകാനുള്ള ആഗ്രഹവും ശ്രമവും അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നല്ല യാത്രയും എല്ലാ അമലുകളും വളരെ ഭംഗിയായി നിർവഹിച്ച് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ അവരുടെ മറ്റു മക്കൾ, അവർക്കൊക്കെ വേണ്ടി അസുഖം മാറാനും മറ്റുള്ള കാര്യങ്ങൾക്കും അവരുടെയൊക്കെ ഏർപ്പാടുകൾ, വരുമാന മാർഗങ്ങൾ, ഖൈറിനും ബറക്കത്തിനും ഒക്കെ വേണ്ടി ദുആ കേൾപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം
ഇന്ന് പ്രത്യേകമായി നൂറുൽ ഈമാൻ ചൊല്ലി ഉള്ള ദുആയാണ്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അതേപോലെ പല സഹോദരന്മാരും PP ഹൈദ്രസ് അസുഖമുള്ള അനുജനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗിയായി കിടക്കുന്ന അനുജന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് ആ സദഖയുടെ സവാബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് കബൂൽ ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ മുത്താലിമീങ്ങൾക്ക് വേണ്ടി സാധാരണ പുണ്യമായ റമദാനിൽ പല വഴികളിൽ നമ്മൾ സദഖ ചെയ്യാറുണ്ട്. പള്ളിപ്പണിക്കും അതേപോലെ നമ്മുടെ ദർസിനും. അതിനു പുറമെ റമദാനായാൽ 27-ാം രാവായാൽ നാളെ നമ്മുടെ വിദ്യാർത്ഥികൾ ദർസ് പൂട്ടിപ്പോകും. അപ്പോൾ ഈ പുണ്യസമയത്ത് പല ആളുകളും അവർക്കൊരു ഹദിയയായി അതിൽ പല വളരെ അർഹതയുള്ള കുട്ടികൾ, വളരെ പാവപ്പെട്ട കുട്ടികൾ, യതീമുകളും വളരെ അഗതികളും പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികളാണ്. സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളും ഇല്ലാതെ ഇല്ല, അൽഹംദുലില്ലാ. പക്ഷെ എന്നാലും നല്ല ശതമാനം കുട്ടികളും വളരെ വളരെ പാവങ്ങളാണ്. അവർ പല രൂപത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നാണയത്തൊട്ട് വീട്ടുകാര്, ഉമ്മമാര് കാത്തിരിക്കുന്ന അവസ്ഥ പല കുട്ടികൾക്കുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടി പല ഹദിയകൾ കൊടുക്കാൻ വേണ്ടി പല ആളുകളും സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടൊരു സഹോദരൻ, അദ്ദേഹം പള്ളിപ്പണിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ സംഭാവനകൾ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മക്കള് ഗൾഫിൽ 2-3 മക്കളുണ്ട്. അവരുടെ കച്ചവടത്തിലും മറ്റൊക്കെ ബർക്കത്തിന് വേണ്ടി ആ കുട്ടികളുടെ ആ ഫണ്ടിലൊക്കെ 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും പ്രദാനം ചെയ്യട്ടെ. അതേപോലെ കുട്ടികൾക്ക് വേണ്ടി പല ആളുകളും ചെറുതും വലുതുമായ സംഖ്യകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ ഈ ശ്രേഷ്ഠമായ 27-ാം രാവിന് അവർക്ക് നൽകുന്ന ആ വളരെ സന്തോഷകരമായ ഒരു ഹദിയയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അവരുടെയൊക്കെ ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, സക്കാത്തിന്റെ വിഹിതം നൽകിയ ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും നമുക്കും അല്ലാഹു എല്ലാ പുരോഗതിയും ഖൈറും ബറക്കത്തും നിഅമത്തും നിലനിർത്തി തരട്ടെ. അവരൊക്കെ നിയത്ത് ചെയ്ത മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ നിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മറ്റൊരു സഹോദരൻ നമ്മുടെ പള്ളിപ്പണിക്കൊക്കെ വേണ്ടി നല്ലൊരു സംഖ്യ 1,00,000 രൂപയ്ക്ക് സംഭാവന ചെയ്ത ഗൾഫിലുള്ള ഒരു സുഹൃത്താണ് ഈ അടുത്ത നാട്ടിൽ വന്ന് പ്രത്യേകം ഇന്ന് ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ ഉപരിപഠനം, മറ്റൊരു കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന ഉപരിപഠനം, അത് വിജയിക്കാൻ വേണ്ടി, പേരക്കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, മരുമകന്റെ ഗൾഫിലുള്ള ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകം വളരെ റാഹത്തോടുകൂടെ ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. അതേപോലെ മറ്റൊരു സഹോദരി ദർസിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം 5,000 രൂപ സംഭാവന ചെയ്ത് പ്രത്യേകം ദുആ കേൾപ്പിച്ചു. അല്ലാഹു അവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ കൂനത്ത് പാണക്കാട്ടിലെ സൈദലവ്യാക്ക, അദ്ദേഹം അസുഖമൊക്കെയായി കുറച്ച് പ്രയാസത്തിലായിരുന്നു. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആക്ക് സംഭാവന നൽകി പ്രത്യേകം ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ഖത്തം ദുആക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഉപ്പ, ഉമ്മ, അനുജന്മാര്, അവർക്കൊക്കെ വേണ്ടി ഖത്തമോദി ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന ചെയ്ത് ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആ സദഖ ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹം ഓതിയ ഖുർആൻ, ഖത്തമുൽ ഖുർആൻ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ ചെയ്ത സദഖയുടെ സവാബിനെ അവരുടെ മരിച്ചുപോയവരുടെ ഖബറുൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിനും ആഫിയത്തും ആരോഗ്യവും പടച്ച റബ്ബ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ആണ് നമ്മുടെ ഖത്തം ദുആ. അതിൽ പ്രത്യേകമായി അവരെയൊക്കെ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. ഖത്തം ദുആയിൽ പല ആളുകളും പ്രത്യേകമായി അതിന് സംഭാവന വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സംഭാവന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വയം താല്പര്യമാണ്. പക്ഷെ ഖത്തം ദുആ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കും. ഏറ്റവും പ്രധാനം ഖത്തം ദുആ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഏൽപ്പിക്കുക, ഖത്തം ദുആ ഏൽപ്പിക്കുക, അതും വളരെ നല്ല കാര്യമാണ്. ഞാൻ ഖത്തം ഓതിയിട്ടുണ്ട്, അത് ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ദുആയിൽ നമ്മൾ കൂട്ടായ ദുആ ചെയ്യുമ്പോൾ ഖത്തം ദുആയുടെ വലിയൊരു പ്രത്യേകത അത് മഹാന്മാരൊക്കെ കൂട്ടമായി നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഒന്നാമത്തെ നോമ്പിന് തന്നെ ഓർമ്മപ്പെടുത്തിയ വിഷയമായിരുന്നു അത്. അനസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഖത്തം ദുആക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടി, കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടി, റമദാൻ അല്ലാത്ത സമയത്താകുമ്പോൾ ഭക്ഷണമൊക്കെ ഒരുക്കി, മൃഗങ്ങളൊക്കെ അറുത്ത്, ചിലപ്പോ ആടിനെ അറുത്ത്, ഒട്ടകത്തെ അറുത്തൊക്കെ വലിയ പരിപാടി ഖത്തം ദുആ
ദുആ അവർ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു വലിയൊരു അവസരമാണ്. ഇൻഷാ അല്ലാഹ് 29-ാം നോമ്പിന് വ്യാഴാഴ്ച നമുക്ക് ഖത്ം ദുആ നടത്തണം. ഖത്ം ഓതിയ ആളുകളൊക്കെ അറിയിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഈ സദസ്സിൽ വന്ന് ഇരുന്നാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ പറയണമെന്ന് നിർബന്ധമല്ല. പറഞ്ഞാൽ അത് നന്നായി. പറയാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് അത് ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ എഴുതി തന്നാൽ അത് വളരെ സൗകര്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് അവസാനം പ്രത്യേകമായി ദുആ ചെയ്യണം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ച വിഷയം ഏറ്റവും വലിയ ജനക്കൂട്ടം എന്നതാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ വിഷയം എന്താണ് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യവുമാണ്. ലോകത്തെ ഏറ്റവും വലിയ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ അത് അഖ്സായാണ്. ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ലല്ലോ. ഏറ്റവും വലിയ ജനക്കൂട്ടം അത് അള്ളാഹുവിന്റെ കോടതിയാണ്, മഹ്ശറാണ്. അള്ളാഹു അവിടെയൊക്കെ സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓരോ ദിവസവും ദുആ ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചൊല്ലുന്ന ദിക്ർ അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവിലേക്കാണ് നുശൂർ, മരിച്ചുള്ള മടക്കം. ആ ഒരു യാത്ര, ആ യാത്രയുടെ അറ്റം അത് മഹ്ശറയാണ്. അല്ലാഹുമ്മ ബിക അംസൈനാ വബിക അസ്ബഹനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവിലേക്കാണ് മടക്കം. ആ മടക്കത്തിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ മഹ്ശറാണ്. അവിടുന്ന് റബ്ബിന്റെ തീരുമാനപ്രകാരം ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. മരണം എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ആ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നത് നമ്മുടെ കടമയുമാണ്. മരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. ഇന്ന് നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ മരിക്കേണ്ടവനാണല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മരിക്കുമല്ലോ എന്ന ഒരു ചിന്ത ഒരു മുഅ്മിനിന് ഉണ്ടായിത്തീരൽ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസ് പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി, ലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്റെ ഓഹരി മറന്നു പോകരുത്. നിന്റെ വിഹിതം, നിന്റേത് എന്നത് മറന്നു കളയരുത്. നിന്റെ സ്വത്ത് അത് മറന്നു കളയരുത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മുത്തുനബിയെ, ഏതാണ് മറക്കാൻ പാടില്ലാത്ത സ്വത്ത്? അവരവരുടെ സ്വത്ത് ആരാണ് മറന്നു കളയാ? അല്ലേ? ഓർമ്മ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വല്ല മാനസിക തകരാറൊക്കെ സംഭവിച്ചാൽ മറക്ക എന്നല്ലാതെ അവരവരുടെ സമ്പത്ത് ആരാ മറക്ക? ഇത് എന്റെ ഭൂമിയാണ്, ഇത് എന്റെ വീടാണ്, എന്റെ വാഹനമാണ്, എന്റെ പണമാണ്, എന്റെ ബിൽഡിംഗ് ആണ്, എന്റെ ആഭരണമാണ്, എന്റെ പണമാണ്, എന്റെ ബാങ്ക് ബാലൻസ് ആണ്. ആർക്കാണ് ബോധം ഇല്ലാതിരിക്കുക? അവനവന്റെ സമ്പത്തിനെ കുറിച്ച് ആർക്കാണ് ബോധം നഷ്ടപ്പെടുക? ആരാ മറന്നുകളയാ? അവരവർക്ക് എത്രയാണ് സമ്പത്തുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. കാരണം മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സ്വത്ത് എന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതൊന്നുമല്ല നിങ്ങളുടെ സ്വത്ത്. നിങ്ങളുടെ വിഹിതം, നിങ്ങളുടെ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഉണ്ടാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീട് വെച്ചു, സ്ഥലം വാങ്ങി, വണ്ടി വാങ്ങി, ആഭരണങ്ങളുണ്ടായി, ബാങ്ക് ബാലൻസ് ഉണ്ടായി, എല്ലാം നിങ്ങൾക്കുണ്ടായി. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. ഒരു ഉറുപ്പിക ചെലവഴിക്കാതെ സക്കാത്ത് പോലും കൊടുക്കാതെ പിശുക്ക് കാണിച്ച് ബാങ്കിനെ വണ്ണം കൂട്ടി വലിയ തുകയായി ബാങ്ക് ബാലൻസ് ഉണ്ടായി, ആളങ്ങോട്ട് മരിച്ചുപോയി. അല്ലേ? എന്താ ഉപകാരം ഉണ്ടായി? ആർക്ക് ഉപകാരം ഉണ്ടായി? പിന്നെ ആ ബാക്കി പിൻവലിക്കാൻ വേണ്ടി അനന്തരാവകാശികളൊക്കെ കൂടെ ഒപ്പിട്ട് കൊടുത്ത് അത് വാങ്ങി ലെവലാക്കി. എന്നല്ല, നിനക്കെന്ത് ഉപകാരം ഉണ്ടായി? അത് നിന്റേതാണോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റേത് എന്നത് നിന്റെ കൂടെ കൊണ്ടുപോകുന്നതാണ്. അത് ഭൗതികമായി നിന്റെ കൂടെ കൊണ്ടുപോകുന്ന നിന്റെ സമ്പത്തിൽ നിന്ന് നീ മറന്നു കളയാൻ പാടില്ലാത്ത സ്വത്ത് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുവൽ കഫൻ, അത് കഫൻ തുണിയാണ്, കഫൻ പുടയാണ്.
പുണ്യമായ റമദാനിന്റെ തുടക്കത്തിലും നടുവിലും ഒടുക്കത്തിലുമൊക്കെ തുണിക്കടകളിൽ വളരെ ശക്തമായി തിരക്കാ അല്ലേ? ആദ്യം കാണാൻ പോയവര്, നോക്കാൻ പോയവര്, പിന്നെ വാങ്ങാൻ പോയവര്, പിന്നെ മാറ്റി വാങ്ങാൻ പോയവര്, ഇങ്ങനെ തിരക്കാണ്. പോകന്നെ. ആദ്യമൊന്ന് പോവുക, ആദ്യത്തെ 10 കുറെ നടന്നു, മോഡലൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ മടങ്ങിപ്പോന്നു. രണ്ടാമത്തെ 10 പിന്നെ പോയിട്ടുണ്ട് വാങ്ങി, പിന്നെ മൂന്നാമത്തെ 10 പിന്നെ ആദ്യം വാങ്ങിയത് പിന്നെ മാറ്റാൻ പോയി. ഇങ്ങനെ ഒരു പെരുന്നാളിന് ഒരുങ്ങാനുള്ള ഡ്രസ്സിന് വേണ്ടി എത്ര നടന്നു നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെണ്ണുങ്ങൾ. ഇതിനിടയിൽ തുണിക്കടകളിലെ അലമാരകളിൽ ഇരിക്കുന്ന വില കുറഞ്ഞ മല്ലിന്റെ തുണി, അതെന്തിനാ ഉപയോഗിക്കാറുള്ളത്? നമ്മൾ അന്വേഷിച്ചോ? അത് ആർക്കുള്ളതാണ്? പല തുണിക്കടകളിലും ഇപ്പോൾ റെഡിയായി തുണി മില്ലുകളിൽ പണിപൂർത്തിയായിരിക്കുന്ന ഏത് തുണിയാണ്? നമ്മുടെ മയ്യത്ത് കെട്ടിപ്പൊതിയാനുള്ള കപ്പമ്പുട, നമ്മുടെ ദ്വാരങ്ങളിൽ വെക്കാനുള്ള പഞ്ഞി ഇപ്പോൾ എവിടെയെങ്കിലും റെഡിയായി തയ്യാറായിട്ടുണ്ടോ? അല്ലാഹു ആലം. നമ്മുടെ താടി തലയിലേക്ക് പിടിച്ച് കട്ടപ്പെടുന്ന തുണിക്കഷ്ണം ഇപ്പോൾ ഏതെങ്കിലും തുണിമില്ലിലോ അല്ലെങ്കിൽ ആ തുണിമില്ലുകളിൽ നിന്ന് പുറപ്പെട്ട് തുണിക്കടകളിലോ എത്തിക്കഴിഞ്ഞോ? അല്ലാഹു ആലം. ലാ തൻസ നസീബക മിനദ്ദുനിയ, നിന്റെ സ്വത്തിൽ നിന്ന് നിന്റെ കൂടെ കൊണ്ടുപോകുന്ന നിന്റേത് എന്ന് അവകാശപ്പെടാനുള്ള സ്വത്തതാണ്. അത് നീ മറന്നു കളയരുത്. അത് കഫന്തുണിയ. നസീബുക മിമ്മ തജ്മഉ ദഹറ കുല്ലഹു റിദാഅനി തുൽവാ ഫീഹിമാ വ ഹനൂതു. അതല്ലേ നിന്റെ ഓഹരി. നസീബുക മിമ്മ തജ്മഉ ദഹറ കുല്ലഹു, കാലം മുഴുവൻ നീ അധ്വാനിച്ചുണ്ടാക്കി നിന്റെ കൂടെ കൊണ്ടുപോകുന്ന നിന്റെ ഓഹരി, നിന്റെ വിഹിതം. 80 കൊല്ലം 90 കൊല്ലമൊക്കെ നീ സമ്പാദിച്ചു, കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കി ഒരുക്കി വെച്ച് എല്ലാം ഇവിടെ മക്കൾക്ക് അനന്തരാവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിന്റേതായി നീ കൊണ്ടുപോയി എത്ര കാലം അധ്വാനിച്ച് ഒരുമിച്ചുണ്ടാക്കിയത്. നിനക്ക് വിലപിടിപ്പുള്ള ആയിരങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രശേഖരങ്ങൾ, നിന്റെ ഉപകരണങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട് നിന്റെ കൂടെ കൊണ്ടുപോകുന്ന ആ തുണിക്കഷ്ണങ്ങളെ മറന്നു പോകരുത്. റിദാഅനി തുൽവാ ഫീഹിമാ വഹനൂതു, നിന്നെ കെട്ടിപ്പൊതിയുന്ന തുണിക്കഷ്ണങ്ങളും ആ തുണിക്കഷ്ണത്തിൽ ഉപയോഗിക്കുന്ന സുഗന്ധവസ്തുക്കൾ, പനനീറിന്റെയും കർപ്പൂരത്തിന്റെയും പഞ്ഞിക്കെട്ടുകളുടെയും തുണിക്കഷ്ണങ്ങളുടെയും, അത് മറന്നു പോകരുത്. അലം തറ അന്നൽ മൗത അദ്റക മമ്മദാ ഫലം യൻജു മിൻഹു ദു ജനാഹി വലാ ളുഫരി. അറിയണം, ആലോചിക്കണം, ചിന്തിക്കണം. ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല. നീ അറിയണേ, അന്നൽ മൗത അദ്റക മമ്മദാ, കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ മരണം വന്നിട്ടുണ്ട്, അവര് മരിച്ചുപോയിട്ടുണ്ട്. ആർക്കും ഫലം യൻജു മിൻഹു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ദൂ ജനാഹിൻ, ചിറകുള്ളവർ, വലാ ദുഫർ, നഖങ്ങളുള്ളവർ. അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വരുമ്പോ അസ്രായീലിൽ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ, പറക്കാൻ കഴിവുള്ളവർക്ക് അവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെ? പറക്കാൻ കഴിവുള്ളവർക്ക് അസ്രായീൽ വരുമ്പോൾ പറന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരാളെ പറത്തി. എപ്പോൾ? അസ്രായീലിനെ കണ്ടപ്പോ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ വന്ന് ഒരാളെ നോട്ടമിട്ട് പിന്നെയും വന്ന് നോക്കി. അവിടെ തപ്പിത്തടയുന്നത്, അവിടെ വട്ടം തിരിയുന്നത് സുലൈമാൻ നബി. ആരാണത്? അത് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം. മഹാൻ അവറുകളെ, എന്നെ തന്നെയാണ് നോക്കുന്നത് കാര്യമായി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മരിക്കാൻ തയ്യാറല്ല, എന്നെ രക്ഷപ്പെടുത്തണം. പറത്താൻ കഴിവുള്ള സുലൈമാൻ നബിയെ, കാറ്റുവാഹനമായ സുലൈമാൻ നബിയെ, എന്നെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടാക്കണം. സുലൈമാൻ നബി ഇങ്ങോട്ട് പറത്തി. ഇന്ത്യയിലെ ഏതോ ഒരു ദ്വീപിലാണ് അത് അദ്ദേഹത്തെ കൊണ്ടുവന്നിറക്കിയത്. എവിടുന്ന്? പലസ്തീനിൽ നിന്ന്. പലസ്തീന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലെ ഏതോ ഒരു ദ്വീപില്, അത് അന്തമാനിലോ ലക്ഷദ്വീപിലോ എവിടെയാണ് അല്ലാഹു അലൈഹി, ഏതോ ഒരാളും മനുഷ്യനില്ലാത്തൊരു ദ്വീപിൽ കൊണ്ടുവന്നിറക്കി. വളരെ ചുരുങ്ങിയ സെക്കൻഡുകളെ കൊണ്ട് വന്നിറങ്ങി.
ഇറങ്ങി സുബ്ഹാനല്ലാഹ്. ആ സമയത്തുണ്ട് അസ്രായീൽ അലൈഹിസ്സലാം അവിടെ. കാരണം അസ്രായീലിന്റെ പേടി, ഇയാളുടെ റൂഹ് പിടിക്കാൻ സമയമായിട്ടുണ്ട്, പക്ഷേ അത് പലസ്തീനിൽ നിന്ന് റൂഹ് പിടിക്കാൻ പറ്റൂല, അത് ഇന്ത്യയിലെ ഒരാൾ മനുഷ്യനും ഇല്ലാത്ത ദ്വീപിൽ വെച്ച് റൂഹ് പിടിക്കണം എന്ന റബ്ബിന്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്തിച്ചു. അപ്പൊ പറക്കാൻ കഴിവുണ്ടായിട്ടും പറത്താൻ കഴിവുണ്ടായിട്ടും അസ്രായീലിൽ നിന്ന് രക്ഷപ്പെടുകയല്ല, അസ്രായീലിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരാൾക്കും രക്ഷപ്പെടാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല, ആരോഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. വലിയ വലിയ ജീവികൾ, അതിവേഗതയുള്ള പക്ഷിപ്പറവകൾ, അതിശക്തമായ പറക്കാൻ കഴിവുള്ള പക്ഷിപ്പറവകൾ, അവരും മരിക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള പിച്ചി ചീന്താനും കടിച്ചു പറിക്കാനും മാന്തി വലിക്കാനും കഴിവുള്ള സിംഹവും പുലിയും കടുവയും അവരും മരിക്കുന്നുണ്ട്. അല്ലേ? ആരും എന്ത് വലിയ ആരോഗ്യവും ശക്തിയും കഴിവും ഉള്ളവരും എല്ലാവരും മരിച്ചിട്ടുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി, ഒരു അൻസാരിയായ സ്വഹാബി ചോദിച്ചു, നബിയെ, മൻ അഖിയസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാരാണ്? ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളുകൾ ആരാ? വഅക്രമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല മാന്യന്മാരാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ അക്സറുഹും ദിക്റൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ. വലിയ റാങ്ക് നേടുന്നവർ, പരീക്ഷയിൽ പാസ്സാകുന്നവർ എന്നല്ല, ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മാന്യന്മാർ, ഏറ്റവും നല്ല ബഹുമാനികൾ, അശദ്ദും ഇസ്തിഅദാദൻ ലഹു, മരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആളുകളാണ്, അവരാണ് ഏറ്റവും നല്ല മാന്യന്മാർ. മരിക്കാൻ റെഡിയാണ്, മരിക്കാൻ ഒരുക്കം. എങ്ങനെയാണ്, എന്താ മരിക്കാനുള്ള ഒരുക്കം? മരിക്കാനുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫർളുകൾ വീട്ടലാണ്. കഴിഞ്ഞുപോയ ഫർളായ നിസ്കാരം ഫർളായത് ഖളാ ആയി പോയിട്ടുണ്ട്, നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ട്, സകാത്ത് കൊടുത്തു വീട്ടാനുണ്ട്, ഹജ്ജ് ചെയ്യാനുണ്ട്. നമുക്ക് ഫർളായ കാര്യങ്ങൾ, അള്ളാഹു നമുക്ക് ഫർളായി ഏൽപ്പിച്ച കാര്യങ്ങൾ വീട്ടലാണ് മരിക്കാനുള്ള ഒരുക്കത്തിൽ ഒന്നാമത്തേത്. മറ്റൊന്ന് നസ്വായ തൗബ ചെയ്യലാണ്. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ കഴുകി ശുദ്ധിയാക്കിയിട്ടുണ്ട്. നസൂഹായ തൗബ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മിൻഹാജുൽ ആബിദീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നസൂഹായ തൗബ ചെയ്യാൻ ആരും കാണാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ആര് പറയാം? ഇമാം ഗസ്സാലി തങ്ങൾ പറയാം. തൗബ എന്താന്ന് പറയാം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം ഇങ്ങനെ 70 100 വട്ടം ചൊല്ലൽ മാത്രമാണോ തൗബ? അത് തൗബയുടെ ഒരു ചെറിയ ഭാഗം. പക്ഷെ യഥാർത്ഥ തൗബയാവാൻ, യഥാർത്ഥത്തിലെ ഒരു തൗബയെ ഇമാം ഗസ്സാലി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു മനുഷ്യനും അല്ലാഹു അല്ലാതെ, പടച്ച റബ്ബല്ലാതെ ആരും കാണരുത്, ഒരാളും കാണാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായി നല്ല രൂപത്തിലാണ് നിങ്ങൾ പോകേണ്ടത്. അല്ലെ? നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോ, ഉംറക്ക് ഇഹ്റാം കെട്ടുമ്പോ അതിനുവേണ്ടി വൃത്തിയായി ഒരുങ്ങും. അല്ലെ? നീക്കേണ്ട നഖങ്ങളും മുടികളൊക്കെ നീക്കം ചെയ്ത് അഴുക്കും നജസൊക്കെ കളഞ്ഞ് വളരെ വൃത്തിയായി കുളിച്ച് വൃത്തിയായി ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു പോകുന്നത് പോലെ തൗബക്ക് വേണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക്, ആരാരും കാണാത്ത, ആരാരും കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് കുളിച്ച് വൃത്തിയായി ഒന്നോടുകൂടെ നല്ല വസ്ത്രം ധരിച്ച് നീ പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് 4 റക്അത്ത് നിസ്കരിക്കണം. ആര് പറയാ? ഇമാം ഗസ്സാലി തങ്ങൾ ഒരു തൗബയെ പരിചയപ്പെടുത്തുകയാണ്. 4 റക്അത്ത് അവിടെ നിന്ന് നീ നിസ്കരിക്കണം. 4 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നീ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് കരഞ്ഞ്, എന്നിട്ട് ആ ഒഴിഞ്ഞ സ്ഥലത്ത്, ആരും കാണാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് നിന്റെ തല, നിന്റെ ശരീരം, നിന്റെ മുഖം മണ്ണിലേക്ക് ചേർക്കണം.
അള്ളാന്റെ പച്ച മണ്ണിലേക്ക്, ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് ചേർക്കണം. എന്നിട്ട് ആ മണ്ണ് വാരി നിന്റെ തലയിൽ മണ്ണ് വാരിയിടണം, നിന്റെ മുഖത്ത് മണ്ണ് വാരിയിടണം. എന്നിട്ട് നീ കരയണം. കരഞ്ഞ് ആ മണ്ണും കണ്ണീരും തമ്മിൽ കുതരണം, ചേരണം. അങ്ങനെ നീ കരയണം. തലയിൽ മണ്ണ് വാരിയിടണം, നിന്റെ മുഖത്ത് മണ്ണ് വാരിയിടണം. എന്നിട്ട് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ഉറക്കെ, വളരെ ഉച്ചത്തില്, പക്ഷേ അല്ലാഹു അല്ലാതെ ഒരാളും കേൾക്കരുത്, നല്ല ഉറക്കെ, നല്ല ഉയർന്ന ശബ്ദത്തിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ ചെയ്തു പോയ ഓരോ തെറ്റുകളും വിളിച്ചു പറയണം. നീ ചെയ്ത തെറ്റുകൾ പച്ചയായി റബ്ബിനോട്, റബ്ബേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തവനാ എന്ന് ഉറക്കെ, നല്ല ഉച്ചത്തിൽ, നല്ല ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞ് നിലവിളിക്കണം, കരയണം, കണ്ണീരൊലിക്കണം, തലയിലും മുഖത്തും മണ്ണ് വാരി ഇടണം. നീ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവനെ നിന്നെ മണ്ണിലേക്ക് ചേർക്കണം. റബ്ബിന്റെ മുന്നിൽ നീ പരിഭ്രാന്തനായി അള്ളാന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ച് കരയണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. നോക്കണേ, ശ്രദ്ധിക്കണേ. കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് 4 റക്അത്ത് നിസ്കരിച്ച്, എങ്ങനെ തുസല്ലി 4 റക്അത്തിൻ കമാ യജിബു, നിർബന്ധമായതുപോലെ തൗബയുടെ നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്തൗബത്തു മിനൽ ദംബ്, ഒരു പാപത്തിൽ നിന്ന്, മിനൽ ദുനൂബ് എന്നല്ല, ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു തെറ്റിൽ നിന്ന് നീ തൗബ ചെയ്യേണ്ടത് ഹിയ അൻ തതവല്ലഅ വ തുസല്ലി, നീ ഒളു ഉണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഓരോ തെറ്റിനും 2 റക്അത്ത് നിസ്കരിച്ച് തൗബ ചെയ്യണം എന്ന് മഹാനായ മുത്തനബി പറഞ്ഞ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. മാ മിൻ അബദിൻ, ഒരു അടിമയും ഇല്ല, അവൻ ഒരു പാപം ചെയ്തു, പിന്നെ സുമ്മ യഖൂമു, പിന്നെ അവൻ എഴുന്നേറ്റു, ഫയതതഹറു, ഒളു ഉണ്ടാക്കി, സുമ്മ യുസല്ലി, പിന്നെ അവൻ നിസ്കരിച്ചു, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ ഇല്ലാ ഗഫറ ലഹു, അവന്റെ പാപം അല്ലാഹു പൊറുക്കും എന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വലാത്തു തൗബ, തൗബക്ക് വേണ്ടിയുള്ള നിസ്കാരം. എന്തിനാണ് നിസ്കരിക്കുന്നത്? സ്വലാത്തു തൗബ, തൗബയുടെ നിസ്കാരം നിസ്കരിക്കാൻ, തൗബ ചെയ്യാനുള്ള നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് കരഞ്ഞു പറയാം. ഇവിടെ ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ രീതിയാണ് ഞാൻ പറയുന്നത്. അത് സുന്നത്താണെങ്കിലും നിർബന്ധമായ ഒരു നിസ്കാരം പോലെ, നിർബന്ധമായ ഒരു നിസ്കാരം പോലെ നിസ്കരിക്കുക. എന്നിട്ട് വതദൗ വജഹക അലൽ അർളി ഫീ മകാനിൻ ഖാലിൻ, ഒരാളും കാണാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് നിന്റെ മുഖം കൊണ്ടുപോയി നിലത്ത് കുത്തുക. കാരണം നിന്റെ മുഖം, സുമ്മ തജഅലു തുറാബ അലാ റഅസിക, നിന്റെ തലയിലെ മണ്ണ് വാരിയിടാം, നിന്റെ മുഖത്തും. നിന്റെ മുഖം അഅസ്സു അളായിക, നിന്റെ ഏറ്റവും നല്ല ഇസ്സത്തുള്ളതല്ലേ നിന്റെ മുഖല്ലേ? നീ പൗഡറിട്ട് മിനുക്കിയ മുഖമല്ലേ? നീ സൗന്ദര്യം വർദ്ധിപ്പിച്ച മുഖമല്ലേ? നീ കണ്ണാടിയിൽ നോക്കിയ മുഖമല്ലേ? നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നീ പണം ചെലവഴിച്ചില്ലേ? ആ മുഖത്ത് നീ മണ്ണ് വാരണം, ആ മുഖം മണ്ണിലേക്ക് കൊണ്ടുപോയി ചേർക്കണം. എന്നിട്ട് കണ്ണീരും കൂടെ ചേർക്കണം. എന്നിട്ട് ദുഃഖമുള്ള ഖൽബിൻ ഹസീൻ, നല്ല ദുഃഖമുള്ള, വളരെ ദുഃഖമുള്ള, നല്ല വേദനയുള്ള ഹൃദയത്തോടുകൂടെ, വസൗത്തിൻ ആലിൻ, നല്ല ഉയർന്ന ശബ്ദത്തോടുകൂടെ, വതദ്കുറു ദുനൂബക വാഹിദൻ വാഹിദ, നീ ചെയ്ത ഓരോ തെറ്റ് നീ അങ്ങനെ ആലോചിച്ച് റബ്ബിനോട് അങ്ങനെ വിളിച്ചു പറയണം, ആരും കേൾക്കരുത്.
എന്നിട്ട് നിന്റെ നഫ്സിനെ നീ ആക്ഷേപിക്കണം. തലൂമ നഫ്സക്കൽ ആസിയ, പാപം ചെയ്ത നിന്റെ നഫ്സിനെ നീ തന്നെ ആക്ഷേപിക്കണം. നീ ആക്ഷേപിക്കണം. അമാ തസ്തഹീനു യാ നഫ്സ് അമാ ആനലക അൻ തതൂബി, സ്വന്തം ശരീരത്തോട് നീ തന്നെ പറയണം, നിനക്ക് തൗബ ചെയ്യാൻ സമയമായില്ലേ, നിനക്ക് റബ്ബിലേക്ക് മടങ്ങാൻ സമയമായില്ലേ. അലക താഖത്തും ബിഅദാബില്ലാ, നിനക്ക് അല്ലാഹുവിന്റെ അദാബ് താങ്ങാൻ കഴിയോ? കൈ കൊണ്ട് തെറ്റ് ചെയ്തവനാണ്. അപ്പൊ ഈ കൈയിനോട് ചോദിക്കണം, നീ തെറ്റ് ചെയ്തു, അല്ലാഹുവിന്റെ അദാബ് നിനക്ക് താങ്ങാൻ കഴിയോ? നിനക്ക് തൗബ ചെയ്യാൻ സമയമായില്ലേ? നമ്മുടെ കണ്ണിനോട്, നമ്മുടെ കാതിനോട്, നമ്മുടെ ഓരോ അവയവങ്ങളോട്, ഏതേത് അവയവങ്ങളെ കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ അവയവങ്ങളെ സ്വന്തം ശരീരത്തെ വിളിച്ചിട്ട് നിനക്ക് താങ്ങാൻ കഴിയോ എന്ന് ചോദിച്ച്, എന്നിട്ട് റബ്ബിനോട്, അല്ലാഹുവിനോട്, പടച്ച റബ്ബിനോട് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? റബ്ബേ ഇലാഹി അബ്ദുക്കൽ ആബിഖ്, പടച്ചവനെ ഞാൻ നിന്റെ അടിമയാണ്. പടച്ചവനെ ഞാൻ നിന്നിലേക്ക് ഒളിച്ചോടിപ്പോയ അടിമ തിരിച്ചു വരുന്നത് പോലെ, റജാ ഇലാ ബാബിക, പടച്ചവനെ നിന്നിലേക്ക് മടങ്ങി വന്ന അടിമയാണ് ഞാൻ. അബ്ദുക്കൽ ആസി, പാപിയായ അടിമയാണ്. റജാ ഇല സുൽഹി അബ്ദുക്കൽ മുദ്നിബ്, പാപിയായ ഈ അടിമ നിനക്കെതിരെ തെറ്റ് ചെയ്ത് പടച്ചവനെ നിന്നിലേക്ക് സുൽഹാവാൻ ഞാൻ വന്നതാണ്. അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ കൊതിക്കുകയാണ് റബ്ബേ, നിന്റെ ഫദ്ല് കൊണ്ട് പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ സലഫ മിനൽ ദുനൂബ്, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കണേ റബ്ബേ. വഅസിംനി ഫീമാ ബഖിയ മിനൽ അജൽ, ബാക്കിയുള്ള കാലം പാപസുരക്ഷിതനായി എന്നെ ജീവിപ്പിക്കണേ റബ്ബേ. ഫഇന്നൽ ഖൈറ കുല്ലഹു ബിയദിക വഅൻത ബിനാ റഊഫുർ റഹീം, എല്ലാ ഖൈറും നിന്നെ കൊണ്ടാണ് റബ്ബേ, നീ കാരുണ്യവാനാണ്. പിന്നെ മഹാനവറുകൾ പറയുന്നു, സുമ്മ തദ്ഉ ദുആ അശ്ശിദ്ദ, എന്നിട്ട് ദുആ ഉശ്ശിദ്ദത്ത് എന്ന ദുആ നീ ദുആ ചെയ്യണം. ആര്? ഇമാം ഗസാലി തങ്ങൾ പറയാം. അപ്പോ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കരഞ്ഞ്, മണ്ണിൽ കടന്ന് കരഞ്ഞ്, പരിഭ്രാന്തനായി കരഞ്ഞ്, നിന്റെ നഫ്സിനെ നീ ആക്ഷേപിച്ച് ഒച്ചയിട്ട് പാപങ്ങൾ വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിനോട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ട്, എന്നിട്ട് അവസാനം ദുആ ഉശ്ശിദ്ദത്ത് എന്ന ഒരു ദുആ ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ദുആ ചെയ്യണം. യാ മുഹ്ല അവാഇമൽ ഉമൂർ യാ മുൻതഹി ഹിമ്മത്തുൽ മഹ്മൂമീൻ യാ മൻ ഇദാ അറാദ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ അഹാതത് ബിനാ ദുനൂബുനാ അൻതൽ മദ്ഹൂറു ലഹാ യാ മദ്ഹൂറൻ ലികുല്ലി സിദ്ദ കുന്തു അദ്ഖിറുക ലിഹാദിഹി الساعة ഫതുബ അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നതാണ് ദുആ ഉശ്ശിദ്ദ. ആ ദുആ ഉശ്ശിദ്ദത്ത് നീ ദുആ ചെയ്യണം. ثم أكثر من البكاء, പിന്നെയും കരയണം. والتذلل والتضرع, റബ്ബിന്റെ മുന്നിൽ തേങ്ങണം, താഴ്മ പ്രകടനം നടത്തണം. എന്നിട്ട് നീ പറയണം, വഖുൽ യാ മൻ ലാ യസ്അലുഹു ശഅനുൻ അൻ ശൈഇൻ വലാ സമഉൻ അൻ സമഅ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുആ കൂടെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യാ മൻ ലാ തുഗല്ലിതുഹു കസ്റത്തുൽ മസായിൽ യാ മൻ ലാ യബ്റമുഹു ഇൽഹാഉൽ മുൽഹീന അദ്ഖനാ ബർദ അഫ്വിക വഹലാവത മഗ്ഫിറതിക ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുആ, ആ ദുആ കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ അദ്ഖനാ ബർദ അഫ്വിക, നിന്റെ മാപ്പിന്റെ തണുപ്പ്, അല്ലാഹുവേ നിന്റെ അഫ്വിന്റെ തണുപ്പ് ഞങ്ങളെ രുചിപ്പിക്കണേ. പടച്ചവനെ നിന്റെ മഗ്ഫിറത്തിന്റെ മാധുര്യം, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ എന്നൊക്കെ അർത്ഥം വരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയാണ് നസ്വഹായ തൗബ ചെയ്യേണ്ടത് എന്ന് ആര്? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അതൊന്നും വേണ്ട. ഇത് മഹാനവറുകൾ എന്നാലേ തൗബയാവുള്ളൂ എന്നല്ല. പക്ഷെ തൗബ യഥാർത്ഥത്തിൽ തൗബയാവാൻ, നസൂഹായ തൗബയാവാൻ മഹാനവറുകൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി നമ്മള് ഈ പുണ്യമായ റമദാനോടുകൂടെ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ? നമ്മളിപ്പോ 25 ദിവസം വന്ന് ഇവിടെ വന്നിരുന്നു. ഇന്ന് 26ാമത്തെ ദിവസവും വന്നു.
ഇനിയും 27, 28, 29 3 ദിവസം ഇനിയും ഉറപ്പാണ്. ചിലപ്പോൾ ഒരു ദിവസം കൂടെ കിട്ടും. റമദാനാണ് കഴിഞ്ഞു പോകും. റമദാനങ്ങൾ കഴിഞ്ഞു പോകും. റമദാൻ കഴിഞ്ഞു പോയാൽ റമദാൻ കഴിയുന്നതിന് മുമ്പ് പാപങ്ങൾ പൊറുപ്പിച്ചിട്ടില്ല എങ്കിൽ അവൻ എത്ര നിർഭാഗ്യവാനാണ്. പാപം പുറത്തോ ഇല്ലേ എന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടണ്ടേ? നമുക്കെന്നെ ഉറപ്പ് കിട്ടാനുള്ള ഒരു വഴിയാണെന്ത്? കരയാ. പാപം ചെയ്തത് ഓർത്ത് കരയാ, അള്ളാനെ ഓർത്ത് കരയാ. അപ്പൊ നമുക്കെന്നെ തോന്നും ഞാൻ തൗബ ചെയ്തു. 100 വട്ടം 1000 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ നമുക്കെന്നെ തോന്നൂല ഞാനിപ്പോ തൗബ ചെയ്തോ അല്ലെ. തൗബ ചെയ്യാൻ നമ്മൾ ഖേദിച്ച് മടങ്ങണ്ടേ അള്ളാഹുവിലേക്ക്. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തിട്ട് ഖേദിച്ച് മടങ്ങണ്ടേ? ഇനി ചെയ്യൂലെന്ന് ഉറപ്പിക്കണ്ടേ? അത് ആത്മാർത്ഥമായ കൽബ് പൊട്ടിയിട്ട് കണ്ണീര് വന്നുള്ള തൗബ. ആ തൗബ ഉണ്ടായ നമുക്കെന്നെ തോന്നും ഇപ്പൊ ഞാൻ എന്തായിട്ടുണ്ട്? തൗബ ചെയ്തിട്ടുണ്ട്. എന്റെ തൗബ അള്ളാഹു കബൂലാക്കി നമുക്കെന്നോട് തോന്നും. അള്ളാഹു അങ്ങനെയുള്ള തൗബ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ഒറ്റക്ക് ഇപ്പൊ പോകാൻ എവിടെയും സ്ഥലമല്ല. എവിടെ പോയാലും എവിടെ ആൾക്കാരാണ്. എവിടെ പോവാ മൂലരെ ഒരു പട്ടാമ്പി പുഴയിലൊക്കെ പോകേണ്ടി. അതിനിപ്പോ മഴക്കാലാണ്, വെള്ളമാണ് അല്ലേ. ഇതൊരു തമാശ പറഞ്ഞതല്ല. ആര്? ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ തലയിൽ മണ്ണ് വാരിയിട്ട് തൗബ ചെയ്യാൻ പറഞ്ഞത് മഹാന്മാര് പഠിപ്പിച്ച രീതി. ആരാ? ഇമാം ഗസ്സാലി തങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി അത് വേണ്ട. നമുക്ക് ഈ റമദാനിൽ ഇനി അവശേഷിക്കുന്ന ഇനി ബാക്കിയുള്ള രാത്രികളുണ്ട്, പകലുകളുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒറ്റക്കോ കൂട്ടായിട്ടോ അല്ലെ. ചില ആളുകൾക്ക് ഒറ്റക്ക് ചിലപ്പോ അങ്ങനെ കരയാനൊന്നും കഴിയില്ല. അപ്പൊ ചിലപ്പോ സദസ്സിലൊക്കെ പങ്കെടുക്കുമ്പോ, നമ്മൾ കൂട്ടദ്വായൊക്കെ നടത്തുമ്പോ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ചിലപ്പോ കരയാനോ കണ്ണീരൊലിപ്പിക്കാനൊക്കെ കഴിയും. ഇങ്ങനെ ഏതെങ്കിലും വഴി ഉപയോഗപ്പെടുത്തി കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണം എന്ന് മഹാനായ മുത്തനബി ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി അള്ളാഹുവിലേക്ക് യാത്രയാവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങിയവർ അവരാണ് ഏറ്റവും നല്ല ബഹുമാനികൾ. മരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം ഒന്ന് ഫർളുകൾ വീട്ടുക എന്നതാണ്. രണ്ടാമത്തത് നസൂഹായ തൗബ ചെയ്യുക എന്നതാണ്. തൗബയുടെ ഭാഗമാണ് സൃഷ്ടികളോടുള്ള ഹക്ക് വീട്ടുക, അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക എന്നത്. തൗബ പൂർണ്ണമാവണമെങ്കിൽ അപ്പോൾ അടുത്ത ഒരുക്കമാണ് കൊടുക്കാനുള്ളത് കൊടുക്കുക, വീട്ടാനുള്ളത് വീട്ടുക. അത് പൈസ കടം വാങ്ങിയത് മാത്രമല്ല, സക്കാത്ത് അത് കടബാധ്യതയാണ്. അത് കൊടുക്കന്നെ വേണം. നമ്മുടെ ഓശാരമല്ല. മറ്റുള്ള ചതി, വഞ്ചന, അതിലൂടെയൊക്കെ സ്വത്ത് കൊണ്ടു നടക്കുന്നത് അത് കൊടുക്കേണ്ടതാണ് അല്ലേ. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അനന്തര സ്വത്ത്, പല ആളുകളും അനന്തര സ്വത്ത് എന്നത് അത് നമ്മുടേത് മാത്രമേ നമ്മുടേതാവൂ അല്ലേ. പെങ്ങന്മാർക്ക് കൊടുക്കാതെ അത് കൈവശം വെച്ച് നടക്കുക ഹറാമാണ്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ഉമ്മാനെ ഞാനല്ലേ നോക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാനെ ഞാനല്ലേ നോക്കി. ഉമ്മാനെ ആശുപത്രി കൊണ്ടത് ഞാനല്ലേ. വാപ്പാനെ ആശുപത്രി കൊണ്ടത് മരിച്ചിട്ട് ദിക്ർ നടത്തിയത് ഞാനല്ലേ. പോത്തിനെ വാങ്ങിയത് ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം. അനന്തര സ്വത്ത് ചില ആളുകളൊക്കെ, ഇപ്പൊ ഞാനിതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം പെണ്ണുങ്ങളെ ക്ലാസ്സിൽ ഒരു 5-6 ചോദ്യം വന്നിരുന്നു. അനന്തര സ്വത്ത് കൊടുക്കൽ നിർബന്ധമുണ്ടോ? അനന്തര സ്വത്ത് കൊടുക്കൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട. അനന്തര സ്വത്ത് അത് ആരുടേതാണ്? വാപ്പ മരിച്ചാൽ മക്കള്, പിന്നെ ഭാര്യ, ആരൊക്കെ അനന്തര സ്വത്തിന് അത് അവരെയാണല്ലോ. ഇത് കൊടുക്കണമെന്ന് എന്താ ചോദിക്കണത്? അത് വാങ്ങണ്ടേ? അത് കൈവശം വെക്കാൻ അവകാശമല്ല. അവരുടെ പൊരുത്തുണ്ടെങ്കിൽ, ഇപ്പൊ അവർക്കൊക്കെ സമ്മതാണെങ്കിൽ, ഇപ്പൊ ചിലപ്പോ ചെറിയ മകനാണ്, സാധാരണ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. തറവാട്ടിലെ ചെറിയ മകനാണ്. അപ്പൊ ഓനൊരു പ്രാപ്തി എത്തുന്നത് വരെ മറ്റുള്ളവരൊക്കെ തൃപ്തിപ്പെട്ടിട്ട്, പക്ഷേ ഇവര് പൊരുത്തപ്പെട്ട് കൊടുത്താലേ അത് അവൻ അവകാശിയാവൂ. അത് അല്ലാത്ത കാലത്തോളം അർഹതപ്പെട്ടത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഏത് നിലക്കാണെങ്കിലും ശരി, ഹക്ക് കൊടുക്കാനുള്ളത് ആർക്കാണെങ്കിലും ആരോടാണെങ്കിലും ഹക്കുകൾ, സാമ്പത്തികമായ ഇടപാടുകൾ പൂർത്തിയാക്കണം. മരിക്കാനുള്ള ഒരുക്കങ്ങളിൽ മറ്റൊന്നാണ്. എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കൊണ്ടോ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഇടപാടുകൊണ്ടോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അത് മറ്റൊരു ഒരുക്കമാണ്. എല്ലാ കാര്യങ്ങളും വസിയത്ത് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരുക്കമാണ് മരിക്കാനുള്ള ഒരുക്കം. വസിയത്ത് ചെയ്യാം, അല്ലേ? മക്കളോട് വസിയത്ത് ചെയ്യാം, ഭാര്യയോട് വസിയത്ത് ചെയ്യുക, വേണ്ടപ്പെട്ടവരോട് വസിയത്ത് ചെയ്യുക. എന്താ വസിയത്ത്? മരിച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എന്റെ കടങ്ങൾ ഇന്നതൊക്കെയാണ്, അത് വീട്ടണം, എനിക്ക് വേണ്ടി ഇന്ന ഇന്ന അമല് ചെയ്യണം, എന്റെ സ്വത്തിൽ നിന്ന് എന്റെ പരലോകത്തിന് കിട്ടാൻ വേണ്ടി അത് പള്ളിക്ക് കൊടുക്കണം, യതീംഖാനക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള വസിയത്ത് ചെയ്യാ, അല്ലേ? ചില കാര്യങ്ങളൊക്കെ വസിയത്ത് ചെയ്യൽ നിർബന്ധവുമാണ്. വസിയത്ത് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്തില്ലാതെ ഒറ്റ രാത്രി പോലും ഉറങ്ങിയിരുന്നില്ല. അത് സ്വഹാബത്തിനോട് പഠിപ്പിക്കുകയും ചെയ്തു. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഇടപാടെന്താ? ആർക്കൊക്കെയാ, ആരോടൊക്കെയാ ഇടപാട്? മക്കൾക്കറിയൂല, ഭാര്യക്കറിയൂല, ആർക്കും അറിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അല്ലേ? ഒന്നുകിൽ എഴുതി വെക്കണം, എന്നിട്ട് പറയണം എന്റെ എല്ലാ ഇടപാടും ഈ ബുക്കിലുണ്ട് കേട്ടോ, എനിക്ക് കിട്ടാനുള്ളതുകൊണ്ട് കൊടുക്കാനുള്ളതുകൊണ്ട്. എന്തിനാ നമ്മൾ പേടിക്കണത്? ഇത് വസിയത്ത് എഴുതിച്ചിട്ട് ആരും മരിക്കൂല, എഴുതാതിരുന്നിട്ട് മരിക്കാതിരിക്കൂല, അല്ലേ? ചില ആളുകൾക്ക് പേടിയാ, ഞാൻ മരിച്ചാല് പിന്നെ ദിക്ർ നടത്തണട്ടോ എന്ന് പറയാൻ പേടിയാ. അങ്ങനെയൊക്കെ പറയാൻ തന്നെ പേടിയാണ്. ഞാൻ മരിച്ചാല് പിന്നെ ഹത്തപ്പുറ കെട്ടണട്ടോ എന്റെ കബറിങ് എന്ന് പറയാൻ പേടിയാണ്. ഞാൻ മരിച്ചാൽ എന്നതൊക്കെ ചെയ്യും, കാരണം ഞാൻ മരിച്ചാല് എന്ന് പറയണത് തന്നെ പേടിയാ, അല്ലേ? നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ വസിയത്ത് ചെയ്യണം, വസിയത്തുകൾ ചെയ്യണം, വസിയത്തുകൾ എഴുതി വെക്കണം. അത് ഇടപാടുകളിലും ഇബാദത്തുകളിലും ഒക്കെ ഉള്ള വസിയത്തുകൾ എഴുതി വെക്കണം. അത് പറയണം. നമ്മുടെ കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ഹക്കിടപാടുകൾ അത് അറിയാതെ പോകരുത്. മരണത്തിന്റെ ഒരുക്കങ്ങളിൽപ്പെട്ടതാണ്, അല്ലേ? പിന്നെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുന്നത് മരിക്കാനുള്ള ഒരുക്കങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ്. യാത്രക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദാദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മരിക്കാൻ വേണ്ടി ഒരുങ്ങിയവനാണ്. ഇതൊക്കെ ഉണ്ട്. ഞാനിപ്പോ എന്താണ് മരിച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ അതൊരു മുഅ്മിന്റെ ഒരു മുഅ്മിൻ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്കാണ് സന്തോഷത്തോടെ മരിക്കാൻ കഴിയുക. അല്ലാഹു നമുക്കൊക്കെ മരിക്കാൻ ഒരുങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരുങ്ങിയാൽ നല്ലതാണ്, ഒരുങ്ങാതിരുന്നാൽ അപകടമാണ്, അല്ലേ? നമ്മൾ ഒരുങ്ങി, ആരും ബേജാറാവണ്ട. നമ്മൾ ഒരുങ്ങി എന്നുള്ളതിന്റെ പേരിൽ എന്നാ ഓനൊക്കെ ഒരുങ്ങിക്കണല്ലോ, ഓൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കണ ആളാണ്, എന്നാ ഓന്റെ റൂഹ് ആദ്യം പോയി പിടിക്കാന്ന് പറഞ്ഞാൽ അസ്രായേൽ വന്ന് പിടിക്കൂല. അതിലൊന്നും ആരും ബേജാറാവണ്ട. മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്നാ ഓന ആദ്യം ഓ റെഡിയാണല്ലോ, എന്നാ പിന്നെ ഓനെ പിടിക്കാം. ഓന പിന്നെ ചിലപ്പോ അള്ളാഹ് ആയുസ് കൊടുക്കും. പിന്നെ ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു പിന്നെ ആയുസ് കൊടുക്കും. ഒരു ഒരുക്കമില്ലാത്തവനെ വന്നിട്ടാണ് പെട്ടെന്ന് ഛടേ എന്ന് പറഞ്ഞിട്ട് റൂഹ് പിടിച്ചാൽ കൊണ്ടുപോകും. ഒരു ഒരുക്കമല്ല, ഒന്നും നടന്നില്ല, ഒന്നും ഉണ്ടായില്ല. മഹാന്മാര് പറഞ്ഞു, പല്ല് കുത്തുന്ന ഒരു പല്ല് കുത്തുന്ന ഒരു കോലിന്റെ കഷ്ണം പോലും ഹക്കാണ്. അതും ഹക്കാണ്. നമ്മൾ ചിലപ്പോ പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ഉറുപ്പ്യയുടെ ഒരു പൊട്ട് 50 പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഖബറിൽ അദാബ് അനുഭവിക്കേണ്ടി വരും. നമുക്ക് സ്വത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ നമ്മൾ എപ്പോഴാണ് മരിക്കുക പറയാൻ കഴിയുക? എപ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം വരെ പറയാൻ കഴിയുക? മൻ അക്തറ ദിക്റൽ മൗത്ത്, ആരെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിച്ചാൽ ഹുബ്ബിബ ഇലൈഹി കുല്ലു ബാഖിൻ, ബാക്കിയാകുന്നതൊക്കെ അവന് ഇഷ്ടമാകും. വബുഗിള ഇലൈഹി കുല്ലു ഫാനിൻ, നശിക്കുന്നതൊക്കെ അവന് വെറുപ്പാവും. മനസ്സിലായില്ല? ഒരാൾ മരണത്തെക്കുറിച്ച് ഓർമ്മ വർദ്ധിപ്പിച്ചാല് നിലനിൽക്കുന്നതിനെ അവൻ ഇഷ്ടപ്പെടും, ബാക്കിയാകുന്നതിനെ അവന്. ഏതാ ബാക്കിയാകുന്നത്? സ്വർഗം, സ്വർഗത്തിലെ സ്വർണം, സ്വർഗത്തിലെ രത്നങ്ങൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ പറമ്പുകൾ, സ്വർഗത്തിലെ പട്ടണങ്ങൾ, സ്വർഗത്തിലെ തോട്ടങ്ങൾ, സ്വർഗത്തിലെ ഹൂറികൾ, ഇതല്ലേ ബാക്കിയാവുക? അതിനല്ലേ നാശമില്ലാത്തത്? നാശം ഉള്ളത് എന്ന് പറഞ്ഞ ദുനിയാവാണ്. അത് പോവും, അത് നശിക്കും, അത് കേടുവരും, അല്ലേ? കേടുവരുന്നതിനെ, നശിക്കുന്നതിനെ അവൻ ഇഷ്ടപ്പെടൂല. കാരണം അവൻ മരണത്തെ കൂടുതൽ ഓർത്തവനാണ്. അവൻ ഇഷ്ടപ്പെടുക നിലനിൽക്കുന്നതിനെയാണ്, ബാക്കിയാകുന്നതിനെയാണ്. അവന് സ്വർഗത്തെ ഇഷ്ടപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
الموت فيه جميع الخلق مشترك لا سوقة منه يبقى لا ولا ملك ما ضر أهل قليل في تفرقهم وليس يغني عن الأملاك ما ملكوا. الموت മരണം എന്നത് എല്ലാവരും തുല്യരാണ്. മരണത്തെ സംബന്ധിച്ച് എല്ലാവരും തുല്യരാണ്. അത് രാജാക്കന്മാരും പ്രജകളും. ലാ സൂഖത്തും മിൻഹു ലാ യബ്ഖാ വലാ മലികു, ആരും ബാക്കിയാകൂല. രാജാവും മരിക്കും, പ്രജയും മരിക്കും, വലിയ മുതലാളിയും മരിക്കും, തൊഴിലാളിയും മരിക്കും, എല്ലാവരും മരിക്കും. മാ ളറ അഹ്ല ഖലീലിൻ ഫീ തഫർറുഖിഹിം, മരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരാള് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും വരൂല, പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം വരൂല. വലൈസ യുഗ്നി അനിൽ അംലാകി മാ മലികു, എന്നാൽ വലിയ രാജാക്കന്മാർക്ക് പൈസ ഉണ്ടായി എന്നതിന്റെ പേരിൽ മരിക്കുമ്പോ അതുകൊണ്ടിട്ടുള്ള ഉപകാരമല്ല അല്ലേ? പൈസ ഇല്ല അതിന്റെ പേരിൽ മരിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, മരിക്കാനിപ്പോ എന്താ ചെലവ്? മരിക്കാൻ ചെലവാണ്. മരിച്ച ചെലവുണ്ട്. കബർ കുത്താൻ അതിന് പള്ളിക്ക് കായ് കൊടുക്കണം, കഫൻ തുണിക്കടയിൽ കായ് കൊടുക്കണം. അത് എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കഫൻ തുണി വേണം, കബറും കുഴിക്കണം. അത് രണ്ടും. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേണേ അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികളെ മൊയിലേറ്റുകളെ വിളിച്ചിട്ട് ഓദിക്കണ്ടെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്, കബറിന് ഇത്ര ഉറുപ്പ്യ വരും, കഫൻ തുണിക്ക് ഇത്ര വരും. അപ്പൊ അടുത്ത അത്ര ഉറുപ്പ്യന്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ എന്താകില്ല. ഖബറിന് ഇപ്പൊ 1500 റുപ്യ വരും, കഫൻ തുണിക്ക് ഒരു 1000-300 റുപ്യ വരും. അപ്പൊ 1800 റുപ്യ എന്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താവണില്ല, മരിക്കണില്ല. കായൊക്കെ ഉണ്ടാക്കട്ടെ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ കായ ഉണ്ടാവുമ്പോ മരിക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? ചിന്തിക്കേ. ഇത് വെറുതെ ഒരു രസം പറയല്ല. ആരെങ്കിലും സുബ്ഹാനല്ലാഹ് പണം കുറഞ്ഞു എന്നതിന്റെ പേരിൽ മരിക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും വന്നിട്ടില്ല. വലൈസ യുഗ്നി അനിൽ അംലാകി മാ മലികു, വലിയ പണക്കാരായതുകൊണ്ട് അതുകൊണ്ട് പണം കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല. പണക്കാരായി എന്നതിന്റെ പേരിൽ കഫൻ തുണി സാധാരണ മല്ലിന്റെ തുണിയൊന്നും പറ്റൂല. അത് നല്ല വില കൂടിയ പട്ടായിക്കോട്ടെ, പട്ടിപ്പൊതിഞ്ഞാൽ സ്വർണ്ണൊക്കെ ഉണ്ട്, അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോയി വെച്ച ആളുകൾ കിടക്കുന്നുണ്ട്. എവിടെ? ഈജിപ്തിൽ ഫിറഔൻമാർ, അവന്റെ അനുയായികൾ, അവരുടെ ആളുകൾ വലിയ സ്വർണത്തിന്റെ പേടകത്തിലോ കൊണ്ടുപോയി ഖബറടക്കം ചെയ്യുന്നുണ്ട്. എന്താ പ്രയോജനം ഉണ്ടായി? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാഹ് മഹാൻ അവർ പറയുന്നു, ഇന്നത്തബീബ ബിതിബ്ബിഹി വദവാഇഹി ലാ യസ്തതിഉ ദിഫാഅ മഖ്ദൂരിൻ നതാ മാലിത്തബീബി യമൂതു ബിദ്ദാഇ അല്ലദീ ഖദ് കാന യുബ്രി മിത്ലഹു ഫീമാ മളാ ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബദ്ദവാ വബഅഹു വമനിസ്തറാ ഇന്നത്തബീബ ബിതിബ്ബിഹി വദവാഇഹി, ഡോക്ടറുടെ അടുത്ത് അവന്റെ കയ്യില് അവന്റെ ചികിത്സ ഉണ്ട്, മരുന്നുണ്ട്. പക്ഷേ അവന് അള്ള കണക്കാക്കിയത് തടുക്കാൻ അവനെ കൊണ്ട് കഴിയൂല. ഡോക്ടർ മരിക്കുന്നു. എങ്ങനെ? രോഗം വന്നിട്ട്. ഏത് രോഗം? അതേ രോഗം വന്ന എത്രയോ ആൾക്കാരെ ഇയാൾ ഈ ഡോക്ടർ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ട്. ആ ഡോക്ടർ അതേ രോഗം വന്നിട്ട് ഹാർട്ടിന്റെ ഡോക്ടറാ, വലിയ അറിയപ്പെട്ട ഹാർട്ടിന്റെ ഡോക്ടറാ, 10,000-കണക്കിന് ആളുകൾക്ക് ബൈപ്പാസ് സർജറി നടത്തി ഹാർട്ട് പേഷ്യന്റുകളെ മാറ്റിവിട്ട ഡോക്ടറാ, പ്രഗത്ഭനായ ഡോക്ടർ. ആ ഡോക്ടർ മരിച്ചത് എങ്ങനെ? അറ്റാക്ക് വന്നിട്ട്. മനസ്സിലാക്കണം. വലിയ ക്യാൻസർ രോഗികളെ മാറ്റിയ വലിയ അറിയപ്പെട്ട ഡോക്ടറാണ്. അയാളെങ്ങനെ മരിച്ചത്? ക്യാൻസർ വന്നിട്ട്. അയാളുടെ കയ്യിൽ മരുന്നുണ്ട്, അയാളുടെ കയ്യിൽ ചികിത്സയുണ്ട്, പക്ഷെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല.
ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ദവാ വബഅഹു വമനിസ്തറ. ചികിത്സിച്ചവനും മരിച്ചു, ചികിത്സിക്കപ്പെട്ടവനും മരിച്ചു, മരുന്ന് കച്ചവടം ചെയ്തവനും മരിച്ചു, മരുന്ന് കൊണ്ടുപോയവനും മരിച്ചു, മരുന്ന് ചുമന്നവനും മരിച്ചു, മരുന്നുണ്ടാക്കിയവനും മരിച്ചു. എല്ലാവരും മരണത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അമാ വല്ലാഹി ലൗ അലിമൽ അനാമു ലിമാ ഖുലിഖു ലമാ ഗഫലു വനാമു ലഖദ് ഖുലിഖു ലിമാ ലൗ അബ്സറതുഹു ഉയൂനു ഖുലൂബിഹിം സാഹു വഹാമു. അമാ അറിയുക, അമാ വല്ലാഹി ലൗ അലിമൽ അനാമു, അല്ലാഹുവാണ് ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലിമാ ഖുലിഖു, എന്തിനാണ് അവർ പടക്കപ്പെട്ടത്, എന്തിനാണ് റബ്ബ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലമാ ഗഫലു, ജനങ്ങൾക്ക് ഗഫലത്തുണ്ടാവൂല, അശ്രദ്ധയുണ്ടാവൂല, വനാമു, അവർക്ക് ഉറങ്ങാനും കഴിയൂല, ഉറക്കം വരൂല. ശരിക്കും കണ്ട് ചിന്തിച്ചാൽ, കാരണം നമ്മളിത് എന്തിനുള്ളതാ? എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, മരുന്ന് കഴിക്കുന്നത്, കുളിക്കുന്നത്, എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്, എന്തിനാണ് ഒരുങ്ങുന്നത്, അവസാനം ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോയി വെക്കാനുള്ളത്? ആ കാര്യം ആലോചിച്ചാൽ, എന്തിനാണ് ജനിച്ചത്? മരിക്കാൻ. എന്തിനാണ് ശരീരത്തെ തടിപ്പിച്ച് വലുതാക്കുന്നത്? പുഴുക്കൾക്ക് തിന്നാൻ. ഈ കാര്യം ആലോചിച്ചാൽ മനുഷ്യർക്ക് ഒഫലത്തുണ്ടാവൂല, അശ്രദ്ധ ഉണ്ടാവൂല, അവർക്ക് ഉറങ്ങാൻ കഴിയൂല. ലഖദ് ഖുലിഖു ലിമാ ലൗ അബ്സറതുഹു ഉയൂനു ഖുലൂബിഹിം സാഹു വഹാമു. ആ കാര്യം ചിന്തിച്ചാൽ എന്തിനാണ് പടക്കപ്പെട്ടത്? മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, യാത്രയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സാഹോ, അവർ അട്ടഹസിക്കും, അവര് നിലവിളിക്കും, അവര് പരിഭ്രാന്തരാകും, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. മമാതുൻ സുമ്മ ഖബറുൻ സുമ്മ ഹശറുൻ വതൗബീഖുൻ വഅഹ്വാലുൽ ഇളാമു. എന്തൊക്കെ ഗൗരവമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. മമാത്തുൻ, മരണം വരാനുണ്ട്. സുമ്മ ഖബറുൻ, പിന്നെ ഖബർ വരാനുണ്ട്. സുമ്മ ഹശറുൻ, പിന്നെ മഹ്ശർ വരാനുണ്ട്. വതൗബീഖുൻ, പിന്നെ ആക്ഷേപം, മഹ്ശറയിലെ ഹിസാബിന്റെ ആക്ഷേപം വരാനുണ്ട്. വഅഹ്വാലുൽ ഇളാമു, ഭയാനകമായ പല കാര്യങ്ങളും വരാനുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരണം വരാനുണ്ട്, പിന്നെ ഖബർ വരാനുണ്ട്, പിന്നെ മഹ്ശർ വരാനുണ്ട്. മരണം തന്നെ എത്ര ഗൗരവമാണ്! മരണം തന്നെ എത്ര ഗൗരവമാണ്! മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു, കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഒരു നബിയുടെ കാലത്ത് ആ നബി ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു, പരലോകത്തിലേക്ക് ക്ഷണിച്ചു, മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, ജനങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. അവര് പറഞ്ഞു, മരിക്കുമ്പോ വേദന ഉണ്ടാവും, മരിച്ചു എന്നാൽ ഖബറിൽ ഇങ്ങനെ ശിക്ഷണ്ട്, രക്ഷണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണ്ടല്ലേ, നിങ്ങൾ മരിച്ചുക്കണോന്ന് വെച്ചു ഈ ആൾക്കാർ. ആരോട്? ഈ നബിനോട്. നിങ്ങളിപ്പോ മരിക്കുമ്പോ വലിയ വേദന ഉണ്ടെന്ന് നിങ്ങൾ പറയാൻ, അതിപ്പോ നിങ്ങൾക്ക് എന്താ തെളിവ്? നിങ്ങൾ മരിച്ചിട്ടുണ്ടോ? മരണത്തിന്റെ വേദന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖബറിൽ ശിക്ഷ ഉണ്ടാവുന്ന അപ്പൊ നിങ്ങൾ പറയണം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടോ? ഖബറിൽ രക്ഷ ഉണ്ടാവുന്ന പറയണത്. അത് നിങ്ങൾ പിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല, ഞങ്ങൾ ഇനി വിശ്വസിക്കാം. ആ നബിയോട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കാം. എന്ത് വേണം? മരിച്ചുപോയ ആരെങ്കിലും ഞങ്ങളോട് അത് പറയണം, എന്നാ വിശ്വസിക്കാന്ന് പറഞ്ഞു. എന്നാ വരിയെന്ന് പറഞ്ഞു, എന്നാണ്ട് പോരെന്ന് പറഞ്ഞു. ഈ നബി എല്ലാവരും ആ നാട്ടിലുള്ള ഒരു ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി. ആ ഖബർസ്ഥാന്റെ മുറ്റത്ത് നിന്നിട്ട് റബ്ബിലേക്ക് കൈ ഉയർത്തി ഈ നബി, അല്ലാഹുവിന്റെ നബി ദുആ ചെയ്തു, റബ്ബേ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവരെ വിളിച്ചു, നിന്നിലേക്ക് വിളിച്ചു, ആഖിറത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷെ റബ്ബേ, അവര് പറയുന്നു മരിച്ചുപോയ ആരെങ്കിലും ഒരാള് വന്നിട്ട് പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് റബ്ബേ, ഈ ഖബറാളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഖബറാളിയെ പുനർജന്മം നൽകി എഴുന്നേൽപ്പിച്ച് ഇവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഒരു നബിയുടെ ദുആയാണല്ലോ, റബ്ബ് താലത് കബൂലാക്കി.
ആ ഖബർസ്ഥാനിലെ ഖബറാളികളുടെ കൂട്ടത്തിൽ ഒരു ഖബറ് വൻഷക്കത്തിൽ ഖബർ, ഒരു ഖബർ കണ്ട് പൊട്ടി, ഒരു ഖബർ കണ്ട് പൊട്ടി. ആ ഖബറിൽ എഴുന്നേറ്റു. ഖബറാളി കണ്ട് എഴുന്നേറ്റിട്ട് ഈ ആളുകളെ ഭയങ്കര ദേഷ്യത്തിലാണ് ആള് നോക്കുന്നത്. എന്നിട്ട് മൂപ്പരം കണ്ട് ചൂടാവണമുണ്ട്. ആരെങ്ങാണ്ട് വരാൻ പറഞ്ഞ് എന്നെ പുറചലിപ്പിക്കാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നബിനോടല്ല, കാരണം നബിക്ക് നിവൃത്തില്ലാഞ്ഞിട്ട്, കാരണം ഇവരെ ബോധ്യപ്പെടുത്ത ഇവരുടെ വാശിയാണല്ലോ, ഇവരെ വാശിയാണല്ലോ വിശ്വസിക്കണമെങ്കിൽ ഇവരെ വാശി. അപ്പൊ അവർക്കെതിരെ ഈ ഖബറാളി ചൂടായി. ആരങ്ങളങ്ങോട്ട് പറഞ്ഞയച്ച് സുയിപ്പാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ചൂടാകാണ്. അപ്പൊ ഇവര് ചോദിച്ചു, അതിന് ചങ്ങായെ നിങ്ങൾ എന്തിനാ ചൂടാവണത്? കാരണം ഞങ്ങളിപ്പോ ചെയ്തത്, നിങ്ങൾ മരിച്ചുപോയ ഒരാളുടെ ഈ ദുനിയ ആരത് ആഗ്രഹിക്കാതിരിക്കാൻ, മരിക്കാൻ ഞങ്ങളാരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ ജീവിക്കണം. ഇപ്പൊ ആർക്കും ഈ ഖബറാളികളുടെ കൂട്ടത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഗുണമല്ല നിങ്ങൾക്ക് കിട്ടിയത്. കാരണം ഇഷ്ടപ്പെട്ട ദുനിയാവിൽ നിന്ന് മരിച്ചു പോയിട്ട് ദുനിയാവിലേക്ക് തന്നെ ജീവനോടെ തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നാൽ അത് സന്തോഷിക്കലുണ്ട്. നിങ്ങളെന്താണ് ദേഷ്യപ്പെടുന്നത്? ഞങ്ങളെ ആവശ്യപ്പെട്ടത് ഒരാളെ, ആ അവസരം നിങ്ങൾക്ക് കിട്ടി, പുനർജന്മം നിങ്ങൾക്ക് കിട്ടി, അതിന് ദുനിയാവിലേക്ക് വന്നതിന് നിങ്ങളെന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 100 കൊല്ലം മുമ്പ് മരിച്ച് ഖബർ കിടക്കുന്ന ആളാ. 100 കൊല്ലം മുമ്പ് മരിച്ച ആളാ ഞാൻ. 100 കൊല്ലം മുമ്പ് മരിച്ച ആളാണ്. ലം തദ്ഹബ് മുറാറത്തുൽ മൗത്ത് അൻ ഹൽഖി, മരണവേദന എന്റെ റൂഹ് എന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട്, തൊണ്ടക്കുഴിയിൽ നിന്ന് എന്റെ റൂഹ് വേർപെട്ട് പോകുന്ന ആ തൊണ്ടക്കുഴിയിലെ എന്റെ ഹൽക്കിൽ 100 കൊല്ലം മുമ്പുണ്ടായ മരണവേദന, ആ വേദന ഇപ്പോഴും എന്തായിട്ടില്ല, മാറിയിട്ടില്ല. ലം തദ്ഹബ മുറാറത്തുൽ മൗത്ത് അൻ ഹൽഖി, 100 കൊല്ലം മുമ്പ് ആ മരണത്തിന്റെ വേദന എന്റെ ഹൽക്കിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അത്ര കഠിനമാണ് മരണവേദന. ഞാൻ ഇപ്പൊ എനിക്കറിയാം, ഒരു ജന്മം കിട്ടിയപ്പോ ഇനി ഒന്നുകൂടെ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. ഇനി ഒരു തവണ കൂടെ മരിക്കേണ്ടി വരുമല്ലോ. ആ മരണത്തിന്റെ വേദന ഞാൻ ഇനിയും അനുഭവിക്കണ്ടേ? ഇത് കാരണക്കാരൻ നിങ്ങളല്ലേ? എന്നെ കൊണ്ട് ഇനിയും മരണവേദന രുചിപ്പിക്കുന്ന കാരണക്കാരൻ നിങ്ങളല്ലേ? അതാണ് എന്റെ ഒപ്പറാളും, അതാണ് എന്റെ ദേശം എന്ന് ഇദ്ദേഹം പറഞ്ഞു. മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു മരണത്തിന്റെ വേദന നമുക്ക് എളുപ്പാക്കി തരട്ടെ, അല്ലേ? ബാക്കിയുള്ള ആളുകൾക്ക് അപ്പൊ അത്ര വലിയ കഠിനമാണ്, വേദനയുള്ള മരണമാണെങ്കിൽ, വെപ്രാളമുള്ള മരണമാണെങ്കിൽ. അപ്പൊ മരണം വരാനുണ്ട്. നമ്മുടെ വിഷയം അതല്ല. പിന്നെ ഖബറ്, മമാത്തുൻ സുമ്മ ഖബറുൻ സുമ്മ ഹശറു, മരണം വരാനുണ്ട്, പിന്നെ ഖബർ വരാനുണ്ട്, പിന്നെ എന്ത് വരാനുണ്ട്? മഹ്ശർ വരാനുണ്ട്, ഖബർ വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറൊക്കെ നന്നാക്കി തരട്ടെ. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, യുജ്അലു ഖിബല റഅസിഹി നാഫിദതൻ ഇലാ മഖഅദി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖബറാളിയുടെ തലയുടെ ഭാഗത്ത്, തലയുടെ മുന്നിൽ, തലയുടെ ഭാഗത്ത് യുജ്അലു ഖിബല റഅസിഹി, തലയുടെ ഈ മുഖത്തിന്റെ മുൻവശത്ത്, കറക്റ്റ് ഖബറാളിയുടെ മുഖത്തിനോട് ചേർന്ന്, ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന ഖബറാളിയുടെ മുഖത്തിനോട് ചേർന്ന്, നാഫിദതൻ ഇലാ മഖഅദിഹി മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു ജനവാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. യറാ മഖഅദഹു മിനൽ ജന്നത്തി ഉദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും ആ ജനവാതിൽ തുറക്കുമ്പോൾ ഇവന് കാഴ്ച ഇങ്ങനെ കാണാൻ കഴിയും, സ്വർഗത്തിലെ അവന്റെ കാഴ്ച. മനസ്സിലായില്ല? ഖബറില് ഒരു മുഅ്മിനിന്റെ അവസ്ഥ, ഖബറിൽ ഒരു മുഅ്മിനിന്റെ അവസ്ഥ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്രായീൽ അലൈഹിസ്സലാം, മുങ്കർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം അവർ വന്ന് ചോദ്യം ചെയ്തു, മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക, ചോദ്യക്ക് ഉത്തരമൊക്കെ പറഞ്ഞ് നല്ല ഖബറാളിയാ, മുഅ്മിന, നല്ല നിലക്ക് മരിച്ചോനാ. അപ്പോൾ അവര് പോകും, അവര് പറയും എന്ത്? അവര് പോകുമ്പോ പറയും, നംക നൗമത്തുൽ അറൂസ്, നംക നൗമത്തുൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറയും. ആ വാക്കിനെ വല്ലാതെ മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ്.
നോമ്പുകാരൻ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോളിയെന്നല്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഈ ളുഹറിന് ശേഷമുള്ള ഈ സമയത്ത് ഇപ്പൊ നമ്മള് വീട്ടിൽ പോയി ഉറങ്ങുകയാണെങ്കിൽ ഈ ഉറക്കം ഒരനുഭവമാണ്. റമദാൻ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് നല്ല ചോറൊക്കെ വെച്ച് മീൻ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ അത് വേറൊരു രസമുള്ള ഉറക്കാണ് അല്ലേ. മനസ്സിലായില്ല? ഓരോ ഉറക്കത്തിനും ഓരോ രസമുണ്ട്. എല്ലാ ഉറക്കവും ഒരുപോലെയല്ല. അറൂസിന്റെ ഉറക്കം, പുതിയാപ്പളുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ മണിയറയിൽ പ്രത്യേകിച്ച് പുതിയാപ്പള എന്നാണല്ലോ. പുതിയാപ്പള എന്ന് പറഞ്ഞാല് പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ 65 വയസ്സായാലും അറിഞ്ഞാണ് പുയ്യാപ്പള തന്നെയാണ്. അതല്ല, നമ്മൾ അറൂസ് എന്ന് പറഞ്ഞാൽ ആരാ? അത് കല്യാണം കഴിഞ്ഞ പുതുമണവാളനാണ്. അപ്പൊ പുതിയണ്ണിനോട് ഭയങ്കര സ്നേഹവും അല്ലെ, ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ മണിയറയില് പുതിയാപ്പള പുതുമണവാളൻ ഏറ്റവും വലിയ സന്തോഷത്തോടുകൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധം, ഞാൻ അങ്ങനെ പറയാം എന്നാലും മനസ്സിലാവുള്ളൂ, ശാരീരിക ബന്ധം പുലർത്തിയതിന് ശേഷം തളർന്ന് ക്ഷീണിച്ചിട്ടുള്ള ഒരു ഉറക്കമുണ്ട്, ഒരു രസമുള്ള ഒരു ഉറക്കം. ആ ഉറക്കത്തെയാണ് ഖബറിലെ ഉറക്കം. കാരണം ഖബറിലെ ചോദ്യം കഴിഞ്ഞ് ഒരു മുഅ്മിൻ നല്ല രസത്തില് നല്ല റാഹത്തിലുള്ള ഒരു ഉറക്കം, ആ ഉറക്കം ഉറങ്ങാനാണ് മുൻകറും നക്കീറും. അങ്ങനെ ഒരു രസത്തിലുള്ള ഉറക്കാണ് ഖബറിൽ മുഅ്മിനിന്റെ ഉറക്കം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഉറക്കം രാവിലെയും വൈകുന്നേരവും ഉണർത്തും, രാവിലെയും വൈകുന്നേരവും ഉണർത്തും. എന്നിട്ട് ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കവാടം, ആ ജനവാതിലിന്റെ കവാടം, നമ്മുടെ മുഖത്തിന്റെ ഭാഗത്തുള്ള കവാടം തുറക്കും. ആ കവാടം തുറന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ കൊട്ടാരം ഏതാണോ, നമ്മുടെ ഹൂറികൾ ആരൊക്കെയാണോ, നമ്മുടെ പട്ടണങ്ങൾ ഏതാണോ, ആ കാഴ്ചകൾ ഓരോരുത്തരുടെ സ്വർഗത്തിലെ സ്ഥാനം അവരിങ്ങനെ കാണും. അവിടുന്ന് സ്വർഗത്തിന്റെ സുഗന്ധവും സ്വർഗത്തിൽ നിന്നുള്ള കുളിർക്കാറ്റും ഖബറിലേക്ക് വരും അല്ലേ. ഒരു സമയം കഴിഞ്ഞാൽ അത് അടക്കം ചെയ്യും, പിന്നെ ഉറങ്ങാൻ പറയും. ആ സ്വർഗത്തു നിന്നുള്ള കുളിര് തണുപ്പുകൊണ്ട് കയറി, സ്വർഗത്തു നിന്നുള്ള സുഗന്ധം കൊണ്ട് ഉള്ളിൽ കയറി, പിന്നെ അത് വൈകുന്നേരം വരെ നിലനിൽക്കും. വൈകുന്നേരം വരെ ഉറങ്ങാണ്, പിന്നെ ഉണർത്തി ഈ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു, പിന്നെയും ഇങ്ങനെ ഒരു ഏറ്റവും രസമുള്ള ഏറ്റവും സുഖമുള്ള ഒരു ഉറക്കം. 1000 കൊല്ലം ഖബർ കടന്നാലും ഒരു മുഅ്മിൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ചോദിക്കും, യൗമൻ ഔ ബഅദ. നമ്മളിപ്പോ എത്ര കടന്നു? ഒരു ദിവസം, അതെ, അര ദിവസം, അരമണിക്കൂറോ? കാരണം അത്രേ തോന്നുള്ളൂ, അത്ര രസത്തിലുള്ളൊരു കിടത്താണ്, ഉറക്കാണ്, കാഴ്ചകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലേ. അതായത് പൊതുവായി ഹദീസുകളിൽ നിന്നും ഈ ഖബറുമായി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ വേറെ പല അവസ്ഥകളും ഖബറിലുണ്ട്, പല അവസ്ഥകളുണ്ട്. മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തു മൂസ അലൈഹിസ്സലാം യുസല്ലി ഫീ ഖബരി. ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാ പോയത്. ഖബർ സിയാറത്തിൽ എന്നപ്പോൾ മൂസാ നബിയെ ഞാൻ കണ്ടു. റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരി. മൂസാ നബി ഖബറിൽ എന്താവാണ്? നിസ്കരിക്കും. ഇവർ ഉറങ്ങണമെന്നല്ലോ, ഇവർ ഖബറിൽ നിസ്കരിക്കാം. മനസ്സിലായില്ല? ഖബറിൽ നിസ്കരിക്കാൻ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു യാത്ര പോകുമ്പോൾ, യാത്രയിൽ വിശ്രമിക്കാൻ രാത്രി ആയാൽ ടെന്റ് കെട്ടും, ടെന്റ് അടിക്കും, എന്നിട്ട് അവിടെ വിശ്രമിച്ച് പിറ്റേ ദിവസം പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചു. ഒരു ടെന്റിൽ വിശ്രമിക്കാൻ പോയ സ്വഹാബിമാര് അവര് മുത്തുനബിയോട് വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ടെന്റ് കെട്ടി ടെന്റിന്റെ ചോട്ടിൽ നിന്ന് എന്തോ ഓതന ശബ്ദം കേൾക്കാണ്ട്, ഭൂമിയുടെ അടിയുന്നു ഓതന ശബ്ദം കേൾക്കാണ്ട്. ഞങ്ങൾ ബേജാറായി. അല്ലാഹുവിന്റെ റസൂൽ ചെന്നു, അവിടെ ചെന്നു. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ടെന്റ് മാറ്റി കെട്ടിക്കോളി. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ കഴിഞ്ഞു പോയ ഒരാളുടെ ഖബറാണ് ഇത്. അദ്ദേഹം തൗറാത്തിലെ ഒരു അധ്യായം ഖുർആനിലെ തബാറക്കയോട് തുല്യമായ, സൂറത്തുൽ മുൽക്കിനോട് തുല്യമായ, അല്ലെ, സൂറത്തുൽ മുൽക്ക് ഓതിയാൽ എന്താ ഗുണം? സൂറത്തുൽ മുൽക്കിനെ ഇഷ്ടപ്പെട്ടാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. തൗറാത്തില് സൂറത്തുൽ മുൽക്കിനോട് തുല്യമായ ഒരു അധ്യായം ഉണ്ട്. ആ അധ്യായത്തെ ഇഷ്ടപ്പെടുകയും ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അധ്യായമാണത്. ആ അധ്യായം ധാരാളം ഓതിയിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അയാള് അതിനോടുള്ള ഇഷ്ടം കാരണം, ആ അധ്യായത്തുള്ള ഇഷ്ടം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിൽ തൗറാത്തിലെ അത് ഓതാൻ വേണ്ടി അനുവാദം കൊടുത്താണ്. മൂപ്പർ അതിങ്ങനെ ഖബറിൽ ഓതി കുത്തിരിക്കാണ്. നിങ്ങൾ അവിടുന്ന് മാറിക്കോളി, ടെന്റ് മാറ്റി കെട്ടിക്കോളി. അപ്പൊ അതിന് മനസ്സിലായി, ചില ഖബറാളികള് ഖബറിൽ അവർക്ക് എന്താ പണി? നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ അല്ല, ഇങ്ങനെ നല്ല കാര്യങ്ങള്, അങ്ങനെ ഖബറാളികൾ.
മുത്തുനബിയുടെ മദീന മുനവ്വറയിലേക്ക് കവാടം തുറക്കപ്പെടുന്ന ഖബറാളികളുണ്ട്. ചില ഖബറാളികൾ ഖബറിൽ ഉണ്ടാവില്ല, ചില ആൾക്കാർ പോയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചിറക് കൊടുക്കും. അവര് സ്വർഗത്തിലൂടെ ഇങ്ങനെ പാറിക്കളിക്കും. അവരിങ്ങനെ പോവും, പിന്നെ തിരിച്ചു വരും, പിന്നെയും പോകും. ചില ഖബറാളികൾ എല്ലിയല്ലായിരിക്കും. ഇങ്ങനെ പല അവസ്ഥയാണ് ഖബറാളികളുടെ അവസ്ഥ, ബർസഖിയായ ലോകത്തെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മുടെ ഖബർ ജീവിതം നന്നാക്കി തരട്ടെ. അല്ലേ, ചിന്തിക്കണം. വലിയ ഭാഗ്യവാന്മാരൊക്കെ ഉണ്ട്. മുഅ്മിനീങ്ങൾ ഉള്ളിടത്ത് ഖബറാവുക അത് വലിയൊരു നിയമത്താണ്. അല്ലേ, നല്ല ആളുകളുള്ള ഖബർസ്ഥാനിൽ ഖബറാവുക. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുക്കും. ഇവിടുന്ന് മരിച്ചതാ, നമ്മളിവിടെ ഖബറടക്കിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യത്തിനെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. മയ്യത്തിനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നല്ല ഖബർസ്ഥാനം കൊണ്ടുപോയിട്ടുണ്ടാവും. അതൊക്കെ ഖബറാളിയുടെ ലോകത്ത് നടന്ന മഹാത്ഭുതങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക, അല്ലെ, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക. എങ്ങനെയാണ് ഖബറിൽ നിന്ന്? അപ്പ മമാത്തുൻ, മരണം, സുമ്മ ഖബറുൻ, പിന്നെ ഖബറ്, പിന്നെ സുമ്മ ഹസ്റുൻ, പിന്നെ ഹസ്ർ. ഓരോന്നും പറഞ്ഞാൽ പിന്നെ നീണ്ടു പോകുമല്ലോ. നമ്മൾ കുറെ മുമ്പ് പറഞ്ഞതും പഠിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കും ചെയ്യാം. ഖബറിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയാണോ മരിച്ചത്, കുല്ലു ഇൻസാനിൻ യമൂതു അലാ മാ ആശാലി, ജീവിതം എങ്ങനെയായിരുന്നു അങ്ങനെയാണ് മരണം. വയുബഅസു അലാ മാ മാതാലി, എങ്ങനെയാണോ മരണം അങ്ങനെയാണ് ഖബർ എന്നുള്ള യാത്ര, പുനർജനിച്ചു പോകലും. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നൽ മുഅദ്ദിനീന വൽ മുലബ്ബീന യഖ്റുജൂന യൗമൽ ഖിയാമത്തി മിൻ ഖുബൂരിഹിം യുഅദ്ദിനുൽ മുഅദ്ദിനു വയുലബ്ബിൽ മുലബ്ബി. അല്ലേ, മുഅദ്ദിനീങ്ങൾ, ബാങ്ക് വിളിക്കാരായ ആളുകൾ അവര് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ബാങ്ക് വിളിച്ചിട്ടാണ്, അവരിങ്ങനെ ബാങ്ക് കൊടുത്തിട്ടാണ് എവിടേക്ക് വരിക? മശ്റയിലേക്ക് വരിക. ഇഹ്റാമിൽ മരിച്ചവര്, ഹജ്ജിന് പോയി മരിച്ചവര്, ഉംറക്ക് പോയി മരിച്ചവര്, അവര് തൽബിയത്തിന്റെ ആളുകളാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അവരതാ അറഫയിലേക്ക് പോകുന്നത് പോലെ അവര് ആ ഇഹ്റാമിന്റെ തുണിയിലായിട്ട് അവരതാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അവര് തൽബിയത്തും ചൊല്ലിയിട്ട് അവരങ്ങനെ ഖബറിന്ന്. അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുകള്, അവര് ഖുർആൻ ഓതിയിട്ട്, ഖുർആന്റെ ആൾക്കാർ, ഖുർആൻ കുറെ ഓതിയവര്, ഖുർആനെ ഇഷ്ടപ്പെട്ടവര്, ഖുർആൻ പഠിച്ചവര്, ഖുർആന്റെ ആൾക്കാർ ഖബറിന്ന് പോകുമ്പോ തന്നെ ഓലിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ നല്ല ഖിറാഅത്തുകൾ ഇങ്ങനെ കേൾക്കാം. അവരിങ്ങനെ ഖുർആൻ ഓതിയിട്ട് അഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലിയവര്, അവര് ഖബറിന്ന് വരുന്നത് ദിക്ർ ചൊല്ലിയിട്ട് നല്ല രസമുള്ള ദിക്ർ, ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ദിക്റും ചൊല്ലിയിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട്. അവരൊക്കെ ഓരോ സംഘങ്ങളാ. ബാങ്കിന്റെ ആൾക്കാര്, തൽബിയത്തിന്റെ ആൾക്കാര്, ഖുർആന്റെ ആൾക്കാര്, ലാ ഇലാഹയുടെ ആൾക്കാര്, അവരൊക്കെ ഇങ്ങനെ സംഘങ്ങളായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യൗമ നസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. എന്നാലോ തമ്മാടികളായ ആളുകളുണ്ട്. അല്ലേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു, 40 തരത്തിൽ എന്റെ ഉമ്മത്ത്, ഈ സമുദായം, ആ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് മഹാന്മാർ പറഞ്ഞു, എന്റെ സമുദായം മഹ്ശറയിലേക്ക് വരിക 40 തരത്തിലാണ്. 40 തരത്തിലാണ്. അതിൽ 40ാമത്തെ വിഭാഗമാണ് വുജൂഹും, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നതാണ്, നൂറ് കൊണ്ട് പൊതിയപ്പെട്ടതാണ്, പ്രകാശം വിതറുന്നതാണ്. ഏതുപോലെ കൽ ഖമരി ലൈലത്തുൽ ബദരി, 14-ാം രാവിലെ പരിപൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങൾ. അതിൽ തന്നെ പ്രകാശം കൂടിയവരും കുറഞ്ഞവരും ഉണ്ടാവും. നിസ്കാരക്കാര്, നോമ്പുകാര്, ഹജ്ജിനും പോയവര്, ഉമ്മാനെ വാപ്പാനെ നോക്കിയവര്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവര്, നല്ല കാര്യങ്ങൾ കൊണ്ട് സദഖ ചെയ്തവര്, പാവങ്ങളെ സഹായിച്ചവര്, ഇങ്ങനെ ഓരോ നന്മകൾ, ഓരോ സൽക്കർമ്മങ്ങൾ, അതിനനുസരിച്ച് പ്രകാശം കൂടും ചെയ്യും. 40 വിഭാഗത്തിൽ ഒരു വിഭാഗം, 40ാമത്തെ വിഭാഗമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരാണ് മഹാന്മാര്, അവരാണ് സ്വർഗ്ഗക്കാര്. അവരൊക്കെ പ്രകാശവും പുഞ്ചിരിയും സന്തോഷമുള്ളവരാ. പ്രകാശത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ.
എല്ലാവരും നല്ല സുന്ദരന്മാര്, സുന്ദരിമാര്, പുഞ്ചിരിക്കുന്നവര്, പ്രകാശിക്കുന്നവര്. പക്ഷേ പ്രകാശം കൊണ്ട് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. എന്തിനനുസരിച്ച്? അമലുകൾക്കനുസരിച്ച്, ഇബാദത്തുകൾക്കനുസരിച്ച്. അവര് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാ. 39 വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുവരുമ്പോ, മഹ്ശറയിലൂടെ അവരെ നടത്തുമ്പോ, നരകത്തിലേക്കാണെങ്കിൽ അതുവരെ ഓരോരുത്തരുടെ കൂടെ 2 മലക്കുണ്ട്. ഖുർആൻ പറഞ്ഞു, എല്ലാവരും കൂടി 2 മലക്ക്. ഒരു മലക്ക് ആട്ടിത്തെളിക്കാനുള്ള മലക്ക്. നമ്മൾ പോകാൻ തയ്യാറല്ല. കാരണം നരകത്തിലേക്കല്ലേ റബ്ബേ. അപ്പൊ പിടിച്ചു വലിക്കാനും അടിക്കാനും, എന്നിട്ട് പോത്തുകളെ കൊണ്ടുപോകും പോലെ കയറുമ്പോ പിടിച്ചു വലിച്ച്, അങ്ങനെ കിട്ട് പിടിച്ചു വലിച്ചിട്ടും തച്ചിട്ടും കൊണ്ടുപോകാൻ ഒരു മലക്ക്, സായിഖായ ഒരു മലക്ക്. മറ്റൊരു മലക്ക് ഷഹീദ്, സാക്ഷിയായ മലക്ക്. ചെയ്ത തെറ്റിന് സാക്ഷി. ഞാൻ സാക്ഷി പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, എന്റെ ഓർമ്മപ്രകാരം കഴിഞ്ഞ കൊല്ലമോ അതിന് മുമ്പത്തെ കൊല്ലമൊന്നും അറിയില്ല, 10 വിഭാഗത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതും ഉൾപ്പെടെ മൊത്തം 40 വിഭാഗത്തെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടിച്ചു പറയാം. 1, അലാ സൂറത്തിൽ ഖിറദത്തി, കൊരങ്ങന്മാരുടെ രൂപത്തിൽ വരുന്ന ആളുകൾ. ഈ ഉമ്മത്ത് നമ്മുടെ കൂട്ടത്തില് നമ്മളെ അറിയുന്ന ആളുകൾ, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ കുടുംബക്കാര്, നമ്മൾ പരിചയമുള്ള, കണ്ട മനസ്സിലാവും. രൂപം കുരങ്ങനെ നമുക്ക് പെട്ടതാണോ മനസ്സിലാവും. ഇത് ഇന്ന ആളാണല്ലോ റബ്ബേ. എന്താ ചങ്ങായേ? അപ്പൊ രൂപം കണ്ടഞ്ഞ് എന്താ ഇത് ഇങ്ങനെയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ആളുകൾക്ക് മനസ്സിലാവും. അവരാരാ? അൽ ഫത്താനൂന പിന്നാസി, ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കി നടന്ന ആളുകൾ. ഒരു കാര്യമില്ല, വെറുതെ ഫിത്ന ഉണ്ടാക്കുക അല്ലേ? ഒരു പണിയില്ല, വെറുതെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തെറ്റിച്ചവര്, ഭാര്യാഭർത്താക്കന്മാരെ തെറ്റിച്ചവര്, അയൽബന്ധം കൊളാക്കിയവര്, എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വെറുതെ ചില ആളുകൾക്ക് അതൊരു എന്താ പറയാ, അതൊരു സ്വഭാവം. അവര് കൊരങ്ങന്മാരുടെ രൂപത്തിലാണ് നാളെ പരലോകത്ത് വരിക. രണ്ടാമത്തെ വിഭാഗം അലാ സൂറത്തുൽ ഖനാദീരി, പന്നികളുടെ രൂപത്തിൽ വരുന്നവര്. അവരാരാ? പന്നിയുള്ള രൂപത്തിൽ, പോർക്കിന്റെ രൂപത്തിൽ വരും. അക്കാലൂന സുഹത്ത്, ഹറാമ് തിന്നുന്നവര്. ഹറാമ് എന്ന് പറഞ്ഞാല് പലിശ തിന്നുന്നവരെ വേറെ രൂപത്തിൽ വരും. ഓരോ ഹറാമ് അത് വേറെ രൂപത്തിൽ പറഞ്ഞു. ഇത് മൊത്തത്തില് ഹറാമ് തിന്ന, ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അല്ലേ? അനന്തര സ്വത്ത് തട്ടിയെടുത്തിട്ടും ഒക്കെ. യത്തീമുകളായ കുട്ടികളെ മുതൽ തിന്നതൊക്കെ വേറെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ പൊതുവായി ഹറാമ് തിന്ന ആളുകൾ അവരാണ് പന്നിയുടെ രൂപത്തിൽ വരിക. പിന്നെയാ മൂന്നാമത്തെ വിഭാഗം അന്ധന്മാര്, കണ്ണ് കാണൂല, ഓലിങ്ങനെ ആകെ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് പരിഭ്രാന്തരായി, കണ്ണിട്ട് കാണൂല, ആകെ വെപ്രാളം, പരിഭ്രാന്തര. അവരാരാ? അവര് നീതിയില്ലാത്ത വിധികർത്താക്കള്, ഖാളിമാര്, ജഡ്ജിമാര്. അവർക്കറിയാം ഞാൻ വിധിച്ചത് പൈസ വാങ്ങി വിധിച്ചതാണ് അല്ലേ? കോടതിയിലെ ജഡ്ജിമാര് പൈസ വാങ്ങിയിട്ട് കള്ളവിധി കൊടുത്ത ആളുകളാണ്. ഖാലിമ ആരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മധ്യസ്ഥനായി നമ്മളെന്ത് ഒരു വിധി പറഞ്ഞു, ആ വിധി അന്യായമായ വിധിയാണെങ്കിൽ അന്യായത്തിന്റെ വിധി വിധിച്ച ആളുകളാണ് ഇങ്ങനെ പരിഭ്രാന്തരും അന്ധന്മാരുമായിട്ട് മഹ്ശറയിൽ വരിക. നാലാമത്തെ വിഭാഗം സുമ്മം ബുക്കുമാ, മുണ്ടാനും കയ്യൂല, കേൾക്കൂല. ഈ നടക്കണമൊക്കെ ഒരു അന്തല്ലാതെ ഇങ്ങനെ പൊട്ടന്മാരായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ. അവരാരാ? അവര് ഉജുബുള്ള ആളുകളാണ്. ഉജുബ് അല്ലേ? ഉജുബ് എന്ന് പറഞ്ഞ തൻപൊരിമ. ഞാൻ ആ തർക്കമില്ല, ഞാൻ നല്ല ആളാണ്. ഉജുബുള്ള ആളുകൾ, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊണ്ടുവരിക. അഞ്ചാമത്തെ വിഭാഗം നാക്കിങ്ങട്ട് തൂങ്ങിയിട്ട്, തൊള്ളേന്ന് നാവുണ്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ നാക്കുമ്പോ കൂടെ ഇങ്ങനെ ചെലങ്ങനെ വലിക്കുന്നുണ്ട്, ചെലങ്ങനെ വലിക്കുക. നാവ് ഇങ്ങനെ തൂങ്ങിയിട്ട് ചെലങ്ങനെ വലിക്കുക. ആരാന്നറിയോ? പണ്ഡിതന്മാരായ ആളുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് പണ്ഡിതന്മാര്? അവര് പറയാവുന്നു, പക്ഷെ അവര് പ്രവർത്തനം വേറെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാഴൊക്കെ കേട്ട ആൾക്കാരൊക്കെ നന്നായി, പക്ഷെ മൂപ്പരെന്തായില്ല, നന്നായില്ല. മൂപ്പരിങ്ങനെ പറച്ചില് മാത്രമേ ഉള്ളൂ. റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം പഴയ കാലത്തെ പണ്ഡിതന്മാരെ പോലെ അല്ലല്ലോ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്താക്കട്ടെ. ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആറാമത്തെ വിഭാഗം ശരീരത്തിലെ മുറിവുകള്. ശരീരത്തിലിങ്ങനെ അവിടെ ഇങ്ങനെ മുറി. സാധാരണ മുറി ഉണ്ടായാൽ ആ മുറിയെന്ന് ശരീരത്തിന് രക്തം ഒലിക്കുക. ഇത് മുറി ഉണ്ടായിട്ട് ആ മുറിന്നൊക്കെ ഇങ്ങനെ തീ ഇങ്ങനെ പാറുകയാണ്. മുറിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയിട്ട്, പക്ഷെ മുറിന്ന് രക്തമല്ല വരുന്നത്, മുറികളെന്നൊക്കെ തീ ഇങ്ങനെ പാറുക. ആരാന്നറിയോ? കള്ളസാക്ഷി പറയാൻ പോയ ആളുകൾ, കള്ളസാക്ഷിക്കാര്. അത് കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും കള്ളസാക്ഷി പറഞ്ഞു പഠിപ്പിക്കല്ലേ. 150 റുപ്യ അല്ലേ, ഇത് ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, 150 റുപ്യ കിട്ടല്ലേ, ഗാന്ധിത്തല 2 എണ്ണം അല്ലേ. 150 റുപ്യക്ക് വേണ്ടിയിട്ട് കള്ളസാക്ഷി പറയാൻ പടച്ചറപ്പ്. എവിടെയും കോടതിയിൽ പോണ്ട, എവിടെയും നമ്മുടെ എന്ത് താല്പര്യമാണ് ഓനുണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും പറഞ്ഞോളടാ എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമ്മൾ പലപ്പോഴും പല കാര്യത്തിനും വേണ്ടി കള്ളസാക്ഷി എന്നത് എഴുതൊന്നും വേണ്ട അല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. പേടിക്കണം, ചിന്തിക്കണം. മറ്റൊരു വിഭാഗം, ഏഴാമത്തെ വിഭാഗം, കാലുകളെ മൂർധാവിലേക്ക് കൂട്ടിക്കെട്ടി 2 കാല്, അത് മുന്നിലൂടെയാണോ പിന്നിലൂടെയാണെന്ന് മുസ്ലിം പറഞ്ഞിട്ടില്ല. 2 കാലും തലയിലെ മൂർധാവിലേക്ക് പിടിച്ച് വലിച്ച് കെട്ടിട്ട് ഉരുട്ടി വട്ടത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ടോ ഭയങ്കര ദുർഗന്ധാണ്, ശവത്തെക്കാൾ വലിയ ദുർഗന്ധം. ആളുകളൊക്കെ ഐ എന്ന് പറയും. ഈ കൂട്ടറിങ്ങനെ റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാല് പിടിച്ചിട്ട് എവിടേക്ക് വളച്ചിട്ട് മൂർധാവിലേക്ക് പിടിച്ചിട്ടുണ്ട്, വട്ടത്തിലാക്കിയിട്ട് ഇവരങ്ങനെ ഉരുട്ടാണ്. ഖബറിന്ന് ഇങ്ങനെ മലായിക്കത്തെ ഇങ്ങനെ ഉരുട്ടി വിടുക, ടയർ ഉരുട്ടും പോലെ ഉരുട്ടി കൊണ്ടുപോവുക. അത് ആ ഉരുട്ടി കൊണ്ടുപോകുമ്പോ ഭയങ്കര ദുർഗന്ധം, വല്ലാത്ത വാസന. അതാരാന്നറിയോ? അവരാണ് ദുനിയാവിലെ സുഖിയന്മാർ, ആസ്വാദകർ. അവർക്ക് എന്തേ അറിയുള്ളൂ? സുഖിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സുഖവും, കള്ളും കുടിക്കണം, പെണ്ണും വേണം, അടിച്ചു പൊളിക്കണം, എല്ലാ ഗാനമേളക്കും പോണം, അങ്ങനെ ദുനിയാവിലിങ്ങനെ സുഖിക്കുക എന്നത്. സുഖം എന്ന് പറഞ്ഞാല് നല്ല ഭക്ഷണം കഴിക്കുന്നതിന് ദീനെതിരല്ല അല്ലേ. നല്ല ഭക്ഷണം കഴിക്കുന്നതിന് ദീനെതിരല്ല, നല്ല വസ്ത്രം ധരിക്കുന്നതിന് ദീനെതിരല്ല. അതല്ല പറഞ്ഞത്. ഇത് ഹറാമായ തോന്നിവാസി എന്ന് പറയാം നമ്മളെ. ഓനൊരു തോന്നിവാസിയാണ്. തോന്നിയതുപോലെ ഓനക്ക് എല്ലാ സുഖവും, എല്ലാ പൊണ്ണും, എല്ലാ കള്ളും, എല്ലാ ഹറാമും, എല്ലാ തമ്മടിത്തരും സുഖിക്കാൻ വേണ്ടി അങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹു ഇങ്ങനെ അദാബ് അടിപ്പിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മറ്റൊരു വിഭാഗം അവര് മത്ത് ബാധിച്ച ആളുകൾ. മത്ത് ബാധിച്ചവരാരാ? അൽ മാനിഊന ലി ഹഖ്ഖില്ലാഹി, അള്ളാന്റെ ഹക്ക് തടഞ്ഞവർ, അള്ളാഹ്ക്കുള്ള ഹക്ക് തടഞ്ഞവർ. അള്ളാഹ്ക്കുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സക്കാത്ത് അത് ഹക്കാണ്, ഹജ്ജിന് പോകൽ ഹക്കാണ്. അതേപോലെ നമുക്ക് ഹക്കായ സാമ്പത്തികമായ ചില ഹക്കുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാവൽ അത് മൊത്തത്തിൽ എല്ലാവരും ഒരു ഹക്കാണ്. നാട്ടിൽ മദ്രസ ഉണ്ടാവൽ ഹക്കാണ്. കാരണം കുട്ടികൾ, നാട്ടുകാർ, മക്കൾ ദീൻ പഠിക്കണം. ഇങ്ങനെ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവായ ഹക്കായ ചില സക്കാത്ത് മാത്രമല്ല, ഇന്നഫിൽ മാലി സിവ സക്കാ. നമ്മുടെ അയലോക്കത്തൊരാൾ പട്ടിണി എടുക്കുന്നുണ്ട്, അവന് കൊടുക്കൽ അള്ളാഹ്ക്കുള്ള ഹക്കാണ്. അവന് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെ അള്ളാഹ്ക്കുള്ള ഹക്കുകൾ തടഞ്ഞവൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദ്ഉ യതീമ വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ആ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അവര് തടയുന്ന ആളുകള്, ചെറിയ നിസ്സാര കാര്യം പോലും തടയുന്ന ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ. കൊടുക്കേണ്ടത് കൊടുക്കാത്ത ആളുകൾ അവരാണത്. 9ാമത്തെ വിഭാഗം, അലൈഹിം സറാവീലും മിൻ ഖത്റാൻ. നരകത്തിൽ ഖത്റാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു തരം ടാറ് അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ പറയാം, ഒരു തരം ടാറ്. ഖത്റാൻ എന്ന് പറഞ്ഞാല് ഒരു തരം ടാറ് പോലൊരു മരക്കറ, അതിനാണ് ശരിക്കും ഖത്റാൻ എന്ന് പറയാം. നമ്മളെ റോട്ടുമുള്ള ടാറുണ്ടല്ലോ, ഇന്ന് ഒരു തരം മരത്തിന്റെ കറയാണ് ഖത്റാൻ. അതിങ്ങോട്ട് ഉരുക്കിയാൽ എന്താ അവസ്ഥ? അങ്ങനെ കത്തിച്ചൂടായ ഖത്റാൻ കൊണ്ടുള്ള നരകട്ടാറ് കൊണ്ട് സറാവിയിൽ പാന്റ് എടുക്കുന്ന ആൾക്കാർ അരക്കുന്ന കീപ്പെട്ട് ഈ ഖത്റാൻ കൊണ്ടുള്ള പാന്റ് അവർക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. എന്തായിരിക്കും പാച്ചൽ പൊള്ളിയിട്ട് അല്ലെ, അരക്കുന്ന കീപ്പട്ടും കണ്ടി ടാറ് ഇത് അങ്ങോട്ട് ഉരുക്കി ഒഴിച്ചിട്ട് അതങ്ങോട്ട് ആ ഒരു പാന്റിന്റെ രൂപത്തിലാക്കി ഇട്ട് കൊടുത്താൽ പായൂലെ പാച്ചല്, പരക്കം പാച്ചല്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരാണ് അങ്ങനെ പാനിട്ട് കൊടുക്കുന്നത്? അവരാണ് ഗീബത്തിന്റെ ആളുകൾ, ഗീബത്തുകാര്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെയോ 10ാമത്തെ വിഭാഗം, നാക്കങ്ങട്ട് പിടിച്ചിട്ട് പെരടി കൂടെ പിന്നെ കൂടെ പിടിച്ചിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്.
നാക്ക് തൊള്ളയിലെ നാക്ക് പെരടിക്കൊണ്ട് പിന്നിലേക്കൊണ്ട് പിടിച്ചു വെച്ചിട്ട് തൂക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആളുകൾക്ക് കണ്ടാൽ വെറുപ്പും പേടിയും തോന്നും. അവരാണ് ഏഷണിക്കാര്, നമീമത്തുകാര്. പിന്നെ മറ്റൊരു വിഭാഗം ആദ്യം പറഞ്ഞു മത്ത് പിടിച്ചവര്, ഇത് അതിനേക്കാൾ വലിയ മത്ത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചവരെ പോലുള്ള മത്ത് ബാധിച്ചവര്. അവരാണ് മുത്തഹദ്ദിസൂന ഫിൽ മസാജിദി അനിദ്ദുനിയ, പള്ളികളിൽ ദുന്യവിയായ സംസാരം സംസാരിച്ചവര്, പള്ളിയുടെ ഹുർമത്ത് പാലിക്കാത്തവര്, പള്ളിയിൽ ദുന്യവിയായ വർത്തമാനം പറഞ്ഞ ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 12ാമത്തെ വിഭാഗം അവരാണ് വയറ് വീർത്തവര്. ആ വീർത്ത വയറിന്റെ ഉള്ളില് ഹയ്യാത്തുൻ വഅഖാരിബ്, പാമ്പുകളും തേളുകളും. എങ്ങനെ മുത്തനബി പറഞ്ഞു വയറിന്റെ വലുപ്പത്തിൽ കൽ ജബൽ, മല പോലെ. വയറങ്ങട്ട് വീർത്തിട്ട് വയറ് കൽ ജബൽ, മല പോലെ അങ്ങോട്ട് വീർത്ത് വണ്ണം വലിച്ചു വലിയ വയറ്. ഈ വയറ്റിന്റെ ഉള്ളിൽ പാമ്പുകളും തേളുകളും. അവരാണ് ആക്കിലുർ റിബ, പലിശ തിന്നുന്നവര്. 13ാമത്തെ വിഭാഗം 2 കയ്യുമില്ല കാലുമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കയ്യും മുറിച്ചു മാറ്റിയിട്ടുണ്ട് 2 കയ്യും. ഈ തൊടയുടെ ഭാഗത്തുനിന്ന് കാലും, 2 കയ്യുമില്ല 2 കാലുമില്ല. ഈ ഒരു ഉടലുണ്ട്, തലയുണ്ട്. അങ്ങനത്തെ അന്ന് നടക്കാൻ കഴിയോ? അല്ലേ? അവലെങ്ങനെ ചവിട്ടി ഉരുട്ടും മലക്കുകൾ. അങ്ങനത്തെ ഒരു വിഭാഗം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരാണ് ആഖുൽ ജീറാൻ, അയലോക്കക്കാരെ അടങ്ങറാക്കിയവർ. നിസ്കാരം, നോമ്പോ, ഇബാദത്തും സദഖയും സക്കാത്തും ഒക്കെ ഉണ്ട്. പക്ഷെ അയലോക്കക്കാരെ അടങ്ങറാക്കിയവർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 14ാമത്തത് പന്നികളുടെ ആകൃതിയിലുള്ളവര്. അവരൽ മുത്തഹാവിനൂന ഫി സ്വലാത്തി, നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയവര്. നിസ്കാരം അത് കുഴപ്പമൊന്നുമില്ല, അപ്പൊ നാളെ നിസ്കരിക്കാമല്ലോ, ബഹുർ നാളെ മാങ്ങ കൊടുക്കുമല്ലോ, മുക്കറി നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെ? അസർ മറ്റന്നാളുണ്ടല്ലോ, അല്ലെ? ഹലാക്ക, നിസ്കാരം ഒഴിവാക്കുക, അതിലൊന്നും ഒരു വിഷയമല്ലാത്ത നിസ്കാരത്തെ നിർണ്ണിക്കുന്നവർ. പിന്നെയോ മറ്റൊരു വിഭാഗം വായിൽ നിന്ന് രക്തം ഒലിക്കുന്നു. ആമാശയം കണ്ട് പുറത്തേക്ക് ചാടും ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള ആമാശയം, ഉള്ളിലുള്ള വയറ്റിന്റെ ഉള്ളിലുള്ള ആമാശയം കണ്ട് പുറത്ത് ചാടി, എന്നിട്ട് വായിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു വിഭാഗം. അവരാരാന്നറിയോ? കച്ചവടത്തിൽ കള്ളം പറഞ്ഞവര്, കൃത്രിമം കാട്ടിയവര്, കച്ചവടക്കാരാ. നല്ല കച്ചവടക്കാര് മഅൻ നബിയ്യീന വസിദ്ദീഖീൻ, നല്ല കച്ചവടക്കാരാണെങ്കിൽ നബിമാരെയും സിദ്ദീഖുകളെയും കൂടെയാണ്. എന്നാലോ കളവും വഞ്ചനയും നടത്തുന്ന കച്ചവടക്കാര്, കൃത്രിമം കാട്ടുന്ന കച്ചവടക്കാര്, അങ്ങനത്തെ കച്ചവടക്കാരാണ് ആമാശം കണ്ട് പുറത്തേക്ക് ചാടിയിട്ട് വായന്ന് രക്തം ഇങ്ങനെ ഒലിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു വിഭാഗം ചത്ത ശവത്തെക്കാൾ ദുർഗന്ധമാണ്. പക്ഷെ അവരെങ്ങനെ ജനങ്ങളിൽ ഇങ്ങനെ ഒളിഞ്ഞു നടക്കും, മാറി നടക്കും. അവരെങ്ങനെ ഒളിക്കാൻ നോക്കും. പക്ഷെ അവരെങ്ങനെ മാറിയാലും വാസന കാരണം അറിയും. ഇങ്ങനെ ഒളിച്ചു നിന്നാലും അങ്ങനെ ഉണ്ടല്ലോ നാറ്റം, അതിനെ മറപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇവരെങ്ങനെ ജനങ്ങൾ കാണാതെ മഷറയിൽ കൂടെ ഇങ്ങനെ കാണാതെ ഇങ്ങനെ നോക്കും, ഒളിച്ചും പാത്തും പതിങ്ങും നടക്കാൻ നോക്കും. ആരെയും കാണുമ്പോഴൊക്കെ, നാട്ടുകാരെയും കാണുമ്പോഴൊക്കെ, കുടുംബക്കാരെ കാണുമ്പോൾ മടി ഉണ്ടാവും, മാറാൻ നോക്കും. പക്ഷെ വാസന കാരണം എല്ലാവരും അറിയും. അത്ര ശവത്തെക്കാൾ വലിയ വാസന. അവരാണ് രഹസ്യമായ തെറ്റ് ചെയ്ത ആളുകൾ, ആരും അറിയാതെ തെറ്റ് ചെയ്ത ആളുകൾ, രഹസ്യപാപികൾ. മറ്റൊരു വിഭാഗമാണ് അണ്ണാക്ക് മുറിക്കപ്പെട്ടവര്, അണ്ണാക്കുണ്ട് മുറിക്കപ്പെട്ട ആളുകൾ. അവരാരാന്നറിയോ? അവര് ഹറാമുകൾക്ക്, അവര് ഹറാമ് ചെയ്തിട്ടില്ല, ചെയ്യല. പക്ഷെ ഹറാമുകളിൽ അവർ ഹാജരായത് കാണാൻ പോയി. ഹറാമുകൾ കാണാൻ പോയ ആൾക്കാർ, ഹറാമില് അല്ലെ ഹറാമ് കേൾക്കാൻ പോയവര്, ഹറാമിൽ ഹാജരായവർ എന്നാ പറഞ്ഞത്. അത് കാണൽ മാത്രമല്ല, കേൾക്കലും കൂടും, അല്ലേ? നമ്മളൊന്നും പറയണില്ല, നമ്മളിങ്ങനെ കേട്ടിരുന്നിട്ടുള്ളൂ കേട്ടോ. ഞാനത് ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ കേട്ടിട്ടുള്ളൂ. കേൾക്കാൻ പോയാൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനത് കണ്ടു, അത്രേ ഉള്ളൂ. പടച്ചറപ്പ് കാത്തുരക്ഷിക്കട്ടെ. പിന്നെയോ മറ്റൊരു ഭാഗം നാക്കല്ല, നേരത്തെ പറഞ്ഞു നാക്ക് ഇങ്ങനെ നീണ്ടിട്ടായിക്കൂടെ ചെലം ഒലിക്കുന്ന ആളുകള്, അവര് പിന്നെ ഹറാമ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന പണ്ഡിതന്മാര് പറയുന്നതനുസരിച്ച് ചെയ്യാത്ത പണ്ഡിതന്മാര് എന്ന് പറഞ്ഞു. ഇത് നാക്കല്ല, നാക്ക് മുറിച്ചു വലിച്ചെറിഞ്ഞിട്ടുണ്ട്, പക്ഷെ വായൊന്ന് ചെലം ഒലിക്കാണ്. അവരാരാന്നറിയോ? അവരാണ് സാക്ഷി നിൽക്കാത്ത ആളുകൾ. എങ്ങനെ? ഒരു കാര്യം വന്നപ്പോ ഒരാൾക്ക് അനുകൂലമായി അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാക്ഷി നിൽക്കേണ്ടി വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഒരു പാവം, ഒരു മദലൂമ്, ഓനിവിടെ ഒരു സാക്ഷി പറഞ്ഞു, ഓന് രക്ഷപ്പെടും. പക്ഷെ മറ്റോന് വേണ്ടി ഇവനെ ഞാൻ സാക്ഷി നിൽക്കൂലെന്ന് പറഞ്ഞു, അല്ലേ? ന്യായത്തിന് വേണ്ടി സാക്ഷി നേരത്തെ പറഞ്ഞ നമ്മളെ കള്ളസാക്ഷി നിൽക്കുന്നവർ എന്ന് പറഞ്ഞു.
ഇത് ന്യായത്തിന് സാക്ഷി നിൽക്കാത്തവര്. ഒരു പാവം ഒരു വിഷയത്തിൽ കുടുങ്ങി അവൻ ശിക്ഷിക്കപ്പെടാൻ പോവുക, നമ്മൾ അതിൽ സാക്ഷി പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്ത് നഷ്ടപ്പെടാൻ പോവുക, ഒരാളുടെ പൈസ പോകാൻ പോവുക, നമുക്കത് അറിയാം. അതിന്റെ യഥാർത്ഥത്തിൽ നമ്മളതിന്റെ സാക്ഷി നമ്മളത് ചെന്ന് പറഞ്ഞാൽ അവനക്ക് ആ പൈസ നഷ്ടപ്പെടൂല. ഇങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തവന്റെ സാക്ഷി നിൽക്കേണ്ട സമയത്ത് സാക്ഷി നിൽക്കാതിരിക്കുക, ഒഴിഞ്ഞു മാറുക, അവരും ശിക്ഷിക്കപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. മറ്റൊരു വിഭാഗം തല കീഴായി അവർ നടക്കുന്നത് കാലുകൊണ്ടല്ല, കാല് മേപ്പെട്ട് തല കീഴായിട്ട്. എന്നിട്ടോ ഇങ്ങനെ ഗുഹ്യാവയവങ്ങൾ ഇങ്ങനെ മേപ്പെട്ട് പുറത്തേക്ക്, ആ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് ചീഞ്ചലാണ് ഒലിക്കുന്നത്, അതിങ്ങനെ ഒഴുകാണ്. ചീഞ്ചലങ്ങനെ, അത് ചെലവും ചോരയും കലർന്ന ചീഞ്ചലം, വൃത്തികെട്ട ചീഞ്ചലം. മുഖം നിലത്ത് കുത്തിയിട്ട് കാല് മേപ്പെട്ടാക്കിയിട്ട് ഗുഹ്യാവയവം ചീഞ്ചലങ്ങനെ ഒലിക്കുന്ന ആളുകള് അവരാണ് വ്യഭിചാരികൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കറുത്ത മുഖമുള്ളവർ, കറുത്ത മുഖം ഉണ്ട്, വയറിന്റെ ഉള്ളിൽ തീ അങ്ങനെ ആളുന്നുണ്ട്. അത് പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾക്ക് കാണാം, അവന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ തീ ഇങ്ങനെ ആളുന്നുണ്ട്, മുഖം ഇങ്ങനെ കറുത്തിട്ടുണ്ട്. അവരാണ് യത്തീം മക്കളുടെ സ്വത്ത് തിന്നവർ. യത്തീമുകളുടെ സ്വത്ത് തിന്നവര്. വയറ്റിലെന്താ? തീയ്, മുഖം കറുത്തിട്ട്. യത്തീമുകളുടെ സ്വത്ത് തിന്നാന്ന് എത്തിങ്ങാന നടത്തൽ മാത്രമല്ല, ചില ആളുകളുടെ എത്തിങ്ങാന നടത്തുന്ന ആൾക്കാരാണ് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് എത്തീമുകളുടെ മുതൽ തിന്നണത്. നമ്മളും എത്തീമുകളുടെ മുതൽ തിന്നുന്ന അവസ്ഥ ചിലപ്പോൾ അറിയാതെ വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വാപ്പ മരിച്ചു, നമ്മൾ വലിയ ആൾക്കാരാണ്, അന്ന് ചെറിയ അഞ്ചൻ ഓനപ്പോ പ്രായപൂർത്തി എത്തിയിട്ടില്ല, ഓനാരാ? അപ്പൊ എത്തീമ. ചെറിയ പെങ്ങളുട്ടുണ്ട്, നമ്മൾ തന്നെ ചോറും കഞ്ഞിയൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി ഉണ്ടാക്കുന്നത്. നമുക്ക് എത്രയാണോ അവകാശപ്പെട്ടത് നമ്മളെ അഞ്ചനും അതേ അവകാശം അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? ഞാനല്ലേ ഓനെ പഠിപ്പിച്ചത്, ഞാനല്ലേ ഓനെ വളർത്തുണ്ടാക്കിയതെന്നും പറഞ്ഞിട്ട് ഓനക്കും അവകാശപ്പെട്ടതൊക്കെ നമ്മളത് വിറ്റ് തൊലച്ച് നമ്മളത് ഏർപ്പാടാക്കി. യത്തീമിന്റെ മുതൽ തിന്ന കുറ്റം നമുക്ക് പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം അവൻ യത്തീമ, അത് അവന്റെ സ്വത്താ. ഒരു എത്തീങ്ങാന നടക്കുന്ന ആൾക്കാരെ മാത്രം ഏർപ്പെട്ട് കയറണ്ട. ഞാൻ ഇങ്ങനെ പറയുമ്പോ ഞാൻ അന്ന് പറഞ്ഞതുപോലെ പിന്നെയും പറയാണ്, ഇതാരും അങ്ങനെ ചിന്തിക്കരുത്. ഞാനിത് ആരും ഒന്നും പറഞ്ഞിട്ട് പറയില്ല. ഇത് 40 ആളെ മുത്തനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കാന്നുള്ളൂ, അല്ലാതെ ഇതിപ്പോ എന്റെ കാര്യം മൂലം അറിഞ്ഞിട്ട് പറയാണോ എന്ന് ആരും ചിന്തിക്കണ്ട. ഇത് ഞാൻ എന്നോടാ പറയുന്നത് മനസ്സിലാക്കാം. ആർക്കും അത് ഒരു ദീനിന്റെ ഒരു ഇത് നമ്മ രക്ഷ. നമ്മളിങ്ങനെ കുടുങ്ങണ്ടല്ലോ. നമ്മളിപ്പോ മരിച്ചിട്ടില്ല, ഉറപ്പല്ലേ? പേടിക്കണ്ട, ഉറക്കം തോന്നലും പേടിക്കണ്ട. നമ്മളിപ്പോ ആരും എന്തായിട്ടില്ല, ഇപ്പൊ മരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ മരിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ, നന്നാവാനുള്ള അവസരം ഉണ്ടല്ലോ. ഈ പറഞ്ഞ കോലത്തിൽ നമ്മൾ മശ്റയിൽ വരണ്ടല്ലോ. അതിനു വേണ്ടിയല്ലേ പറയണതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു കാര്യം പറയുമ്പോ നമ്മളോട് ഇറക്കണ്ട, ഉറപ്പ് വിചാരിക്കണ്ട. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ അതാ കുഷ്ഠം പിടിച്ചിട്ട് കൈകാലുകളും ശരീരത്തിലെ മാംസങ്ങളൊക്കെ മുറിഞ്ഞു പോയതുപോലുള്ള രൂപങ്ങള്. കുഷ്ഠം പിടിച്ചുള്ള അവസ്ഥ എന്താ? കുഷ്ഠം പിടിച്ചിട്ട് വിരലൊക്കെ മുറിഞ്ഞു പോയി, മേത്തുനിന്ന് ഇറച്ചൊക്കെ അങ്ങനെ ഉതിർന്നു പോയി, അങ്ങനത്തെ കോലത്തിലുള്ള ആളുകൾ അവരാണ് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവര്. പിന്നെയുണ്ട് മറ്റൊരു വിഭാഗം, അവര് വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയാണ്. അവര് കണ്ണ് കാണുന്നില്ല, മാത്രമല്ല അവരിങ്ങനെ ഭ്രാന്തന്മാരെ പോലെയാണ് അവരുടെ വരവ്. മാത്രമല്ല അവരുടെ പല്ലിങ്ങനെ കാളക്കൊമ്പ് പോലെ, മുത്തനബി അങ്ങനെ തന്നെയാണ് ഹദീസിൽ പറഞ്ഞത്, കാളക്കൊമ്പ് പോലെ പല്ലിങ്ങനെ പുറത്തേക്ക് നീണ്ടിട്ടുണ്ട്. ചുണ്ടും അതേപോലെ ചുണ്ടിങ്ങട്ട് വലുപ്പം വെച്ചിട്ട് ചുണ്ടിങ്ങട്ട് താഴേക്ക് തൂങ്ങിയിട്ടുണ്ട്. നാക്കിങ്ങട്ട് വയറ് വരെ നാക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. വയറാണെങ്കിൽ കാൽമുട്ട് വരെയും തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു പ്രത്യേക കോലം. ഓന്റെ വരവന്നെ ഒരു ഭ്രാന്തന്മാരെ പോലെ വയറിങ്ങിട്ട് തൂങ്ങി, കാൽമുട്ട് വരെ വയറ് തൂങ്ങിക്കിടക്കുക, നാക്ക് വയറ് വരെ തൂങ്ങിക്കിടക്കുക, ചുണ്ടും തൂങ്ങിക്കിടക്കുക, തൊള്ളേന്നിങ്ങട്ട് കാളക്കൊമ്പ് പോലെ പല്ല് വലുതായിക്കുക. ഇവന് കണ്ണ് കാണൂല, ഇവനിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ. പിന്നെ അത് മാത്രമല്ല, ഇവന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ഭീകര രൂപത്തിലുള്ള പുഴുക്കൾ ഇങ്ങനെ അരിച്ചു വരിക. ഈ അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കണം, അവര് മദ്യപാനികളാണ്, കള്ളുകുടിയന്മാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു വിഭാഗം അവര് ചില ഉപകരണങ്ങളുമായിട്ടാണ് വന്നത്. എന്നിട്ട് അവരിങ്ങനെ കിടന്നു വീഴ, പിന്നെ എഴുന്നേൽക്കാൻ മറിയ. അവരാണ് ഗാനമേളക്കാര്, വാദ്യോപകരണത്തിന്റെ ആളുകൾ.
മറ്റൊരു വിഭാഗമുണ്ട് മദ്യ ലഹരി ഉപയോഗത്തിലെ തന്നെ ലഹരി വിഭാഗത്തിൽ തന്നെ മറ്റൊരു വിഭാഗം അവരെ കഴുത്തിൽ കുപ്പിയും പിന്നെ പാത്രവും വേസ്റ്റും ഒക്കെ ഉണ്ട്. കള്ളും കുപ്പിയും വേസ്റ്റും പാത്രവും കപ്പും ചെരുപ്പും ഒക്കെ പല വേസ്റ്റും കൗത്തിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഒരു വിഭാഗം അവരും ലഹരിയുടെ ആളുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നുണ്ട് വേറൊരു വിഭാഗം ആളുകള് അവരെ കൂടെ പിശാചുക്കള് ഒരു വിഭാഗം അവരിങ്ങനെ കവർന്ന ഒരു ഓല കൂടെ ശൈത്താന്മാര്. എന്നിട്ട് ഈ ശൈത്താന്മാർ ഇങ്ങനെ വരുമ്പോ ഇവന്റെ കൗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കും. ഒരു രസമാണല്ലോ അല്ലെ? ഇവരങ്ങനെ ഓരോ അടക്ക് പിടിച്ചിട്ട് ഓരോരുത്തർ ശൈത്താന്മാരിങ്ങനെ കൗത്തിട്ട് അപ്പൊ നമ്മുടെ തൊള്ള വിളിക്കും, കണ്ണു തുറിക്കും, പിന്നെയും കൗത്ത് ഞെക്കും. ഇങ്ങനെ ശൈത്താന്മാര് കൂടെ വന്നിട്ട് ഇങ്ങനെ കൗത്ത് ഞെക്കാ വിടുക, കൗത്ത് ഞെക്കാ വിടുക. ഇവനെങ്ങനെ ഇങ്ങനെ മരണവെപ്രാളം കൊള്ളിക്കുക, കണ്ണു തുറിക്കുക, തൊള്ള പൊളിക്കുക. അവരാരാ? അവരും പലിശക്കാരാണ്, പലിശയുടെ മറ്റൊരു വിഭാഗക്കാരാണ്. മറ്റൊരു വിഭാഗമുണ്ട് അവരുടെ നാക്കിങ്ങനെ വീർത്തിട്ടുണ്ട്, ഗുഹ്യഭാഗവും വീർത്തിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഗുഹ്യഭാഗം അവയവങ്ങൾ, ലൈംഗിക അവയവങ്ങളൊക്കെ വീർത്ത് വലുതായി ഹലാക്കിന്റെ വണ്ണം വെച്ചിട്ട് അവരാരാന്നറിയോ? അവര് വ്യഭിചാരം എന്ന് പറഞ്ഞാല്, വ്യഭിചാരം എന്ന് പറഞ്ഞാല് ഗുദഭോഗികൾ അല്ലെ? അത് ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും ഹറാമാണ്. ഭാര്യയോട് ഭാര്യയുടെ ബന്ധപ്പെടേണ്ട അവയവത്തിൽ ബന്ധപ്പെടാം. അല്ലാതെ മലം വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റൂല. ഞാൻ പറയണത് ഇതൊക്കെ പോയി പള്ളിക്ക് പറയണ മൂല്യം ചിന്തിക്കണ്ട. ഇന്നത്തെ കാലം വളരെ മോശം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും ശരി, ഗുദഭോഗികളായ ആളുകൾ അവരെ കണ്ടപ്പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഗുഹ്യാവയവങ്ങളൊക്കെ വണ്ണം വെച്ച് വലിപ്പം വെച്ചിട്ടുള്ള ആളുകൾ. പിന്നെയോ മറ്റൊരു വിഭാഗം, ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ഓരിങ്ങനെ ചില ആൾക്കാരിങ്ങനെ ഹലാക്കിന്റെ ഒട്ടകങ്ങളെ ഏറ്റിട്ട്, കാരണം ഇത് താങ്ങിയ പൊങ്ങനല്ല. ചില ആൾക്കാർ കുറെ പിന്നെ വലിയ ലോഡ് ഏറ്റിട്ട് അങ്ങനെ ഭയങ്കര ചുമട് ഏറ്റിട്ട് ചില ആൾക്കാർ വരും. അവരാരാന്നറിയോ? അവര് സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഭൂമി ഏറ്റി വരുന്ന ആൾക്കാരുണ്ടാവും. താങ്ങാ പൊന്നാത്ത ലോഡ്, കാരണം അവരെ സ്വത്തന്നെ. പക്ഷെ അവരെന്തായില്ല, സക്കാത്ത് കൊടുത്തില്ല. അത് കാരണം അത് ഏറ്റിട്ട്. അതേപോലെ സക്കാത്ത് കൊടുക്കാത്ത മറ്റൊരു വിഭാഗം കഴുത്തിൽ പാമ്പ് ചുറ്റിയ രൂപത്തില്. പിന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് മശറയിലെ ചെറിയ ആളുകൾ. ചെറിയ ഈ തിരക്കില് ഏറ്റവും വലിയ ജനക്കൂട്ടല്ലേ, കോടാനുകോടി ആൾക്കാരല്ലേ. ഇവരെ പല കോലത്തിലുള്ള ആൾക്കാർ, എല്ലാ അമ്പിയാക്കളുടെ ഉമ്മത്തിമാര് ആകെ പരിഭ്രാന്തരായ ഓട്ടം, നഫ്സിയറിന് ഓട്ടാണ്. ആകെ ബേജാറായി അവസ്ഥയിൽ ഇതിലുണ്ട് ചെറിയ ആളുകൾ. ദർറത്തി, ആറ്റങ്ങളെ പോലെ, അണുക്കളെ പോലെ ചെറിയ മനുഷ്യന്മാർ, ആരും കാണൂല. അപ്പൊ ഓറ്റനെ ചവിട്ടിങ്ങനെ ഉരുട്ടും ഓരോരുത്തർ. ഇതിന്റെ ഇടയിൽ കൂടെ കാണേണ്ട പറ്റതിന്റെ ഇടയിൽ കൂടെ ഉണ്ട്. അള്ളങ്ങട്ട് ചെറുതാക്കിയ ആളുകൾ, ചെറിയ ആൾക്കാർ, അങ്ങോട്ട് ചെറുതാക്കി. അവരാണ് അഹങ്കാരികൾ, കിബറന്മാർ. ദുനിയാവിൽ ഇങ്ങനെ കിബറാട്ടിയാണ് വലിയതായി നടന്നതാ. മഷറിൽ അള്ളങ്ങട്ട് ചെറുതായിട്ട് ചെറുതായതിന്റെ ഇടയിൽ കൂടെ രക്ഷപ്പെടാന്ന് വിചാരിക്കാൻ പറ്റുമോ? ചെറുതായാലും കുഴപ്പമില്ല, എന്നാ ആരും അറിയാതെ മെല്ലെ കഴിച്ചിലാകാൻ പറ്റുമോ? ഇത് എല്ലാവരും ചവിട്ടും കിട്ടുകയാണ്. എല്ലാവരും ചവിട്ടും കിട്ടി ചമ്മന്തിയാക്കി പിന്നെ നീക്കും. എന്നാ മരിച്ചു പോകുന്നില്ല, ചവിട്ടിങ്ങനെ കിട്ടി ഇടങ്ങറാവുക. അങ്ങനെ ഉള്ള ആളുകൾ. മറ്റൊരു വിഭാഗം തീ കൊണ്ടുള്ള കത്തുന്ന കുരിശിൽ തറക്കപ്പെട്ടവര്. കുരിശ് ആ കുരിശിങ്ങനെ കത്തുന്ന കുരിശിൽ തറച്ച ആൾക്കാർ. അവരാരാന്നറിയോ? അവരാണ് അനീതി ചെയ്തവർ. ഏത് കാര്യത്തിലും നമ്മള് മക്കളോടോ കുടുംബത്തോടോ നാട്ടിലോടോ നീതി ഓൻ ചെയ്തത് ന്യായമല്ല, നീതിയല്ല, അനീതി, അതിലില്ലാത്ത ആളുകൾ. പിന്നെ മറ്റൊരു വിഭാഗം ആളുകളാണ് കത്രാൻ കൊണ്ട് കുപ്പായിട്ട ആളുകൾ. നേരത്തെ പറഞ്ഞ കത്രാൻ കൊണ്ട് പാൻറിട്ട ആളുകളാണ്. ഇത് കത്രാൻ കൊണ്ട് കമീസ് കുപ്പായിട്ട ആളുകൾ. അവര് പൊങ്ങച്ചക്കാരാണ്. അത് കിബറും പിന്നെ പൊങ്ങച്ചും രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? അത് രണ്ടും നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് വിശദീകരിക്കല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയുണ്ട് അതേപോലെ മറ്റൊരു വിഭാഗമുണ്ട്. നേരത്തെ ലോഡ് ഏറ്റിയ വേറൊരു കൂട്ടർ ലോഡ് അവർ കള്ളന്മാരാണ്. അവര് കട്ട മുതൽ മുഴുവൻ അവർ ഏറ്റിങ്ങനെ വരും. എന്തൊക്കെ കട്ട് അല്ലെ? പണ്ടൊക്കെ പറയാറുണ്ട്, പിന്നെ തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വയല് കേട്ടിട്ടേ ഈ പിന്നെ മുള്ളും കെട്ട് കട്ടവൻ എന്താ കാട്ടുക? ഇപ്പൊ പിന്നെ മുള്ളുള്ള വേലിയൊന്നുമില്ലല്ലോ അല്ലെ?
ഇപ്പൊ പിന്നെ മുള്ളണുള്ള വെയിലൊന്നുമില്ല. അപ്പൊ അന്ന് പണ്ട് കാലത്ത് ഇടങ്ങറായി ചെറുമക്കള് വെയിലിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുള്ള് ഇത് ഉണ്ടാക്കി വെച്ച് അത് ആരോ കട്ടുകൊണ്ടുപോയി. അപ്പൊ അത് കട്ടുണ്ടോയി. അപ്പോ ഈ മുള്ളും കൊണ്ടൊക്കെ പാടെ ഏറ്റിട്ട് മഷറിൽ വരണ്ടേന്ന് വെച്ചാൽ അപ്പൊ കേട്ടൊരുത്തം പറഞ്ഞു എന്ത് അതിന് ബേജാറൊന്നുമില്ല, ലോറി കട്ട ആൾക്കാരുണ്ടാവും, അപ്പൊ അതിൽ വെച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് പോകാലോ. അതൊന്നും നടക്കൂല. ലോറി കട്ടം ലോറിന് മഷറി കൂടെ ഓടണ്ടേ? ലോറി കട്ടം ലോറി ഏറ്റണം, മുള്ളും കെട്ട് കട്ടവൻ മുള്ളും കെട്ട് എന്താണോ കട്ടത് അത് ഏറ്റണം. അത് ഏറ്റിട്ടാണ് വരിക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഭൂമി കട്ടവൻ ആ ഭൂമി ഏറ്റണം. ഭൂമി അവന്റെ കഴുത്തിൽ മാലയാക്കി ഇടുന്നതാണ്. അതിന്റെയൊക്കെ വലുപ്പം ഭാരം 7-ാം ഭൂമി വരെയുള്ള ഭൂമി നമ്മൾ 1 സെന്റേ കട്ടിട്ടുള്ളൂ. അല്ല, നമ്മൾ അയലോക്കാരന്റെ ഒക്കെ ഒന്ന് വളച്ചു കെട്ടിയത് എത്രയേ ഉള്ളൂ? 1/2 സെന്റ് ഉള്ളൂ. പക്ഷെ അത് കാര്യമില്ല. അത് കഴുത്തില് ആ ഭൂമി നമ്മൾ കട്ട ഭൂമി അത് കെട്ടിത്തൂക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ ഉള്ള 39 വിഭാഗങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ആ 39 വിഭാഗത്തിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹ്ശറും നമ്മുടെ പരലോകവും നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ കാണണം എന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? മരിക്കണതിന് മുമ്പ് ഖിയാമത്ത് നാൾ ഇപ്പൊ തന്നെ കാണാം. നമ്മളൊരു കവാടം തുറന്നിടാണ് അല്ലേ? നമ്മൾ ഈ പറയുന്ന ഇൽമ് കേൾക്കുന്നതൊന്നും എന്തല്ല, അതൊക്കെ ചെറിയ ചെറിയ ഒരു വാതിലുകൾ തുറന്നിടൽ മാത്രമാണ്. പിന്നെ കയറിപ്പോകാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ബാധ്യത. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഖിയാമത്ത് നാൾ ആർക്കെങ്കിലും കാണണോ? ആരെങ്കിലും ഖിയാമത്ത് നാൾ കാണണം എന്ന മോഹമുണ്ടെങ്കിൽ അവൻ ഓതട്ടെ ഇദശംസു കുവ്വറത്, ഇദശംസു കുവ്വറത് എന്ന സൂറത്ത് അവൻ പഠിച്ചാൽ മതി. വൈദസ്സമാഉ ഫതറത്, ഇദസ്സമാഉ ഫതറത് എന്ന സൂറത്ത്, വൈദസ്സമാഉ ശഖ്ഖത്, ഈ സൂറത്തുകൾ പഠിച്ചാൽ അവന് ഖിയാമത്ത് നാൾ കാണാം എന്ന് മഹാനായ മുത്തുനബി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഖിയാമ, എന്താണ് യൗമുൽ ഖിയാമ, എന്താണ് മഹ്ശർ, എങ്ങനെയാണ് സ്വർഗം, എങ്ങനെയാണ് നരകം, എങ്ങനെയാണ് അദാബുകൾ, എങ്ങനെയാണ് ശിക്ഷകൾ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. ജഹന്നം എന്ന നരകത്തെ മറ്റൊരു വാക്കുകൊണ്ട് പരിചയപ്പെടുത്തി, ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹമീം എന്ന് പറഞ്ഞാല് കത്തിത്തിളക്കുന്നത്. ഈ കത്തിത്തിളക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ വെള്ളം തിളപ്പിച്ചാല് അത് തിളക്കും അല്ലേ? അത് മനസ്സിലാക്കി. വെള്ളം തിളപ്പിച്ചാല് വെള്ളം എന്താവും? തിളക്കൂലേ? തിളക്കും. അത് ഗ്യാസ് ഓഫാക്കിയാല് പിന്നെ ആ തിളക്കല നിൽക്കും. പിന്നെ അങ്ങനെ ഇരുന്നാല് ഇങ്ങനെ ചൂടാറും, തണുക്കും. മനസ്സിലാണ്ടോ? കത്തലിങ്ങനെ കൂടനുസരിച്ച് ഇങ്ങനെ തിളക്കൽ കൂടും. പിന്നെ തീയ് അല്ലെ അടുപ്പിലാണെങ്കിൽ എവിടെയെങ്കിലും ഏത് കാര്യമെങ്കിലും ഇനിയിപ്പോ നമ്മൾ ഇരുമ്പണ്ട് ഉരുക്കുകയാണെന്ന് സങ്കല്പിക്കാം. ഇരുമ്പ് ഉരുക്കുകയാണെങ്കിലും തീയിന്റെ പവർ അനുസരിച്ച് ഇരുമ്പണ്ട് ഉരുകും, അത് തിളക്കും. പിന്നെ തീ പോയാല് ഈ തിളച്ച ഇരുമ്പ് പിന്നെന്താവും? അത് തണുക്കൂലെ? ഇരുമ്പ് തണുത്താൽ നല്ല തണുപ്പാണ്. ഇരുമ്പ് തണുത്താലും നല്ല തണുപ്പാണ്. ഏത് കാര്യം അങ്ങനെ തന്നെ. പക്ഷെ ഹമീം എന്ന നരകം എന്ന് പറഞ്ഞാല്, നരകം എന്ന് പറഞ്ഞ ആ ഹമീമിന്റെ ഹമീം എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ തിളപ്പിക്കാൻ എന്ത് വേണ്ട? വേറെ ഇന്ധനം വേണ്ട, അതന്നെ തിളക്കണതാണ്. അപ്പൊ ഇങ്ങനെ സങ്കല്പിക്കാം, വെള്ളം അങ്ങനെ ഒരു വെള്ളമാണെങ്കിലോ അതിങ്ങനെ തിളക്കന്നെ, അത് തിളക്കും. ഗ്യാസും വേണ്ട, കറണ്ടും വേണ്ട, അടുപ്പും വേണ്ട, തീയും വേണ്ട, വിറകും വേണ്ട, ഇതിങ്ങനെ തിളക്കന്നെയാണെങ്കിലോ. മനസ്സിലാവുണ്ടോ? ഭൂമിയിൽ തന്നെ അങ്ങനത്തെ എപ്പോഴും കറണ്ടും വേണ്ട, തീയും വേണ്ടാതെ തിളച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളും ലാവകളൊക്കെ ഉണ്ട്. ദുനിയാവത്തിന് അതിനുള്ള പാഠങ്ങളുണ്ട്. ഹമീം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ഇന്ധനവും വേണ്ട, സ്വിച്ച് ഇടണ്ട, കത്തിക്കും വേണ്ട, സ്വയം അത് പ്രകൃതിയാ കത്തിത്തിളച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവമാണ് നരകത്തിന്റേത്. പിന്നെ നരകത്തിന്റെ വിറക് എന്ന് പരിചയപ്പെടുത്തിയില്ലേ? വിറകില്ലെങ്കിലും നരകം എന്തായിക്കൊണ്ടിരിക്കും? വിറകാണ് ആരൊക്കെ? നമുക്ക് മനസ്സിലായില്ല. വിറകാണ് ആര്? മനുഷ്യന്മാരും കല്ലുകൾ എന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോയാ അത് കത്തും.
ഇനി ആ വിറകൊന്നുമില്ലെങ്കിൽ പോലും വിറക് തീർന്ന ഇത് കത്താതിരിക്കുവോ? അതില്ല. വിറകൊന്നുമില്ലെങ്കിലും ഇത് കത്തി തളിച്ചുകൊണ്ടേയിരിക്കും. ഹമീം എന്ന നരകം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലെ ശിക്ഷയുടെ പ്രത്യേകത ശിക്ഷ കൂടുന്തോറും കാഠിന്യം കൂടുകയ്യ. നമ്മളെ ദുനിയാവിലെ ശിക്ഷ അങ്ങനെയല്ല. ശിക്ഷ കൂടുന്തോറും ചിലപ്പോ കാഠിന്യം എന്താവും? കുറയും. ജയിലിൽ കൊണ്ടുപോയിട്ടു, അവിടെ ജയിലിൽ നോക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ അവർക്ക് അടിക്കാനും നമ്മളെ മർദ്ദിക്കാനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അവസാനം നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കല്? പിന്നെ ഇപ്പൊ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്, പല ആളുകളും ജയിലിൽ ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെ. എങ്ങനെ? ജയിൽ വാർഡന് വീടിക്കുറ്റി കൊടുത്തിട്ട് കിട്ടിയതിന്റെ ചോറ് പകുതി ഓനക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓനക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഓനെ സോപ്പിട്ടിട്ട് മയക്കിട്ട്, ഇങ്ങനെ ഈ ശിക്ഷിക്കണ പോലീസുകാരോട് കള്ളന്മാരുടെ കമ്പനി ആവല. മനസ്സിലായില്ല? ഇവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് ഇവനെ ജയിലിലിട്ടു. എന്നിട്ട് അവസാനം പിന്നെ ഇവൻ 40 ദിവസം ജയിലിൽ കിടന്ന ഇവൻ പിന്നെ പോലീസിന്റെ തോളി പിടിച്ചിട്ടാ പിന്നെ വരല്. അപ്പൊ ആദ്യത്തെ ദിവസം 4 ചവിട്ടും കുത്തോ കിട്ടി. പിന്നെ സാറേ എന്നൊക്കെ വിളിച്ച് സോപ്പിട്ട്, അപ്പൊ പിന്നെ കുറെ പാവം തോന്നിയിട്ട് പിന്നെ ശിക്ഷ കുറഞ്ഞു. പിന്നെ അവസാനം ഇവര് കൂടുതൽ പരിചയപ്പെട്ട് നല്ല കമ്പനിയായി. പിന്നെ അവസാന നാളുകൾ എന്തെന്നല്ല, ഒരു ശിക്ഷ അല്ലാതായി. അതാണ് ദുനിയാവിലെ ശിക്ഷാ രീതി. നരകത്തിലെ ശിക്ഷ അങ്ങനല്ല. ഇന്ന് ശിക്ഷ, നാളെ അതിനേക്കാൾ ഇരട്ടിയാണ് ശിക്ഷ. ശിക്ഷിക്കണ മലക്കുകൾ മറ്റന്നാൾ അതിനേക്കാൾ ഇരട്ടിയാണ് ശിക്ഷ. പിന്നെ അത് കഴിഞ്ഞ് അതിനേക്കാൾ ഇരട്ടിയാണ് ശിക്ഷ. അങ്ങനെ 100 ദിവസം 1000 ദിവസമൊക്കെ ശിക്ഷ കിട്ടിയോന്ന് ആലോചിക്കും. പഠിച്ചവനെ, ആദ്യത്തെ ശിക്ഷ മതിയായിരുന്നു. 1000 ദിവസം ശിക്ഷ ഇങ്ങനെ 1000 ദിവസം നരകായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യത്തെ ദിവസം ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം ശിക്ഷ തന്നെ, അത് അന്ന് കിട്ടിയപ്പോ അത് വലിയ ശിക്ഷയാണ്. ഇങ്ങനത്തെ അദാബാണ് നരകത്തിലെ അദാബിന്റെ പ്രത്യേകത. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് താങ്ങാൻ കഴിയൂല മുഅ്മിനീങ്ങളെ. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന 10 ആ ദിവസങ്ങളാ. എത്തുക്കും മിനന്നാർ, നരകമോചനത്തിന്റെ ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും മരിച്ചുപോയവരെയും എല്ലാവരെയും ഏറ്റവും വലിയ ശർറായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. إن شاء الله നമ്മൾ നല്ല ദിവസമാണ്, നല്ല റാഹത്തുള്ളൊരു ദിവസമാണ് മുഅ്മിനീങ്ങളെ. തിങ്കളാഴ്ചയാണ്. 27 രാവിനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മളെ പതിവ് പ്രകാരം ഇസ്തിഗ്ഫാർ തഹ്ലീൽ ചൊല്ലി നൂറുൽ ഈമാൻ, അത് അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അതും ചൊല്ലി നമ്മൾ ദുആരക്കാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ